അപ്പോൾ പതിവ് പ്രേക്ഷകർക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ പറയുന്ന സമയമാണ്. ഹെഡ്ലൈൻസിന്റെ സമയമാണ്. ഹെഡ്ലൈൻസ്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ അസാധാരണ നീക്കവുമായി ഗവർണർ. പ്രസംഗം 1 മിനിറ്റ് 20 സെക്കൻഡിൽ ഒതുക്കി. We will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. സർക്കാരും ഗവർണറും തമ്മിലുള്ള നാടകമെന്ന് പ്രതിപക്ഷ നേതാവ്. സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല. ഗവർണറുടെ നടപടിയിൽ രാഷ്ട്രീയമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സർക്കാരിന്റെ മുഖത്തേറ്റടിയെന്ന് BJP. സഭയിലേക്ക് സ്വീകരിക്കവേ മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും. നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര സർക്കാരിന് അതിരൂക്ഷ വിമർശനവുമായി നയപ്രഖ്യാപനം. കേന്ദ്ര നയം ഫെഡറലിസത്തിന് വെല്ലുവിളി. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചു. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധിതമായെന്നും പരാമർശം. സഭാ സമ്മേളനത്തിന് തുടക്കമായതോടെ വിവാദ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷം. മസാല ബോണ്ട് കേസിൽ കിഫ്ബിക്ക് തിരിച്ചടി. ED സമൻസിന് കിഫ്ബി മറുപടി നൽകണമെന്ന ഹൈക്കോടതി. സമൻസിനെ പേടിക്കുന്നത് എന്തിനെന്നും ചോദ്യം. അന്വേഷണം തടസ്സപ്പെടുത്തില്ല. രേഖകൾ സമർപ്പിച്ചിട്ടും ED ഉപദ്രവിക്കുന്നുവെന്ന് കിഫ്ബി. മറുപടി നൽകാൻ സാവകാശം തേടി. മസാല ബോണ്ട് നിയമപരമെന്നും ED പുറത്തുവിട്ടത് രഹസ്യരേഖയല്ലെന്നും ഡോക്ടർ TM തോമസ് ഐസക്. ഫ്ലവേഴ്സ് 1 കോടി ബിഗ് ഇമ്പാക്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനിരയായി ദയാവധത്തിന് അനുമതി തേടിയ ജോഷി ആന്റണിക്ക് പണം തിരികെ നൽകും. ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർക്ക് സഹകരണ മന്ത്രി VN വാസവന്റെ നിർദ്ദേശം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഈ ജോഷിയുടെ വിഷയം ഏതാണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള 23 ലക്ഷം രൂപയാണ്. അത് പൂർണ്ണമായി കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ഒരു ലോഹവും വരുത്താതെ ബാങ്ക് ചെയ്യും. അങ്ങനെയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജോഷി ആന്റണിയുടെ ദുരവസ്ഥ വിവരിച്ചത് ഫ്ലവേഴ്സ് 1 കോടിയിൽ. കുടുംബാംഗങ്ങൾ നിക്ഷേപിച്ച തുകയും തിരികെ ലഭിക്കണമെന്ന് ജോഷി ആന്റണി 24നോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന UDF. ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്ന് തുടക്കം. കോട്ടയം സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്ന കേരള കോൺഗ്രസുമായി ഇന്ന് ചർച്ച. രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ വയനാട് സീറ്റ് ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ്. TN പ്രതാപൻ്റെ കമൻ്റ് ഉണ്ടായി. അന്ന് ഞാനോട് ചോദിച്ചു മാധ്യമങ്ങൾ. ഞാൻ പറഞ്ഞു പരാജയമുറപ്പായ ഒരു കോൺഗ്രസ് സുഹൃത്തിൻ്റെ വിലാപമെന്ന് ഞാൻ പറഞ്ഞു. അത് തെളിയിക്കപ്പെടുകയാണ്. തൃശൂരിൽ TN പ്രതാപന്റേത് പരാജയമുറപ്പിച്ചതിന്റെ വിലാപമെന്ന ബിനോയ് വിശ്വം 24നോട്. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബംഗാളിൽ. മമതയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം. രാഹുൽ ഗാന്ധിക്കെതിരെ അസം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. കോൺഗ്രസ് ഭരണകാലത്ത് കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന നൽകാത്തതിൽ വിമർശനവുമായി നിതീഷ് കുമാർ. 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി രാത്രി 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഡൽഹിയിൽ കനത്ത സുരക്ഷ. മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ പത്മഭൂഷൺ അന്തിമ പട്ടികയിൽ. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. സുദീർഘ സേവനത്തിന് കേരളത്തിൽ നിന്ന് 11 പേർക്ക് പുരസ്കാരം. ബാർക്കോഴ വിവാദത്തിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയെയും വിമർശിച്ച KM മാണിയുടെ ആത്മകഥ. വിജിലൻസ് അന്വേഷണത്തിൽ ചെന്നിത്തലയുടെ തിടുക്കം വേദനിപ്പിച്ചു. ബിജു രമേശിന്റെ മകളുടെ വിവാഹത്തിന് ഉമ്മൻചാണ്ടി പങ്കെടുത്തതിലും വിമർശനം. UDFിൽ നിന്നും ലഭിക്കേണ്ട പിന്തുണ കിട്ടിയില്ല. പുസ്തകം മുഖ്യമന്ത്രി ഇന്ന് പ്രകാശനം ചെയ്യും. നടി ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ ചോർന്നെന്ന ആരോപണത്തിലെ അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടിയില്ല. വിചാരണ കോടതി ജഡ്ജി ഹണി M വർഗീസ് അന്വേഷണം പൂർത്തിയാക്കിയത് 20 ദിവസം മുൻപ്. അതിജീവിത മേൽക്കോടതിയെ സമീപിക്കുമെന്ന് സൂചന. വയനാട്ടിൽ ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തിയ കരടിയെ കാടുകയറ്റി വനംവകുപ്പ്. ഓടിച്ചു കയറ്റിയത് പുൽപ്പള്ളി നെയ്ക്കുപ്പ വനമേഖലയിലേക്ക്. കരടി ഇതിനകം സഞ്ചരിച്ചത് 70 കിലോമീറ്ററിലധികം ദൂരം. പത്തനംതിട്ട കുമ്പഴയിൽ വയോധികന് നേരെ വന്യജീവി ആക്രമിച്ചത് കരടിയെന്ന് സംശയം. വിരമിക്കൽ വാർത്ത തള്ളി ബോക്സിംഗ് ഇതിഹാസം MC മേരി കോം. തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചെന്ന വിശദീകരണം. ഇന്ത്യക്കെതിരെ 1-ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട നിലയിൽ. അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യ അയർലൻഡിനെ നേരിടും.
അപ്പോൾ പ്രിയപ്പെട്ടവർ, അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ സംക്ഷിപ്ത തലക്കെട്ടുകൾ. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഷിബിൻ ബഷീർ, ലിനീഷ് ബാബു, സുനിൽ ബോസ്, സഞ്ജന, ഇർഷാദ് പുൽവട്ട, അസ്മാബി ഷബീർ, ജിജു ഡാനിയൽ, വിപിൻ ബിന്നി, റിൻസി മാനുവൽ, ഐഷു ജസീർ, ബ്ലസ്സി എൽദോ, ബിന്നി കോശി അടക്കം, രഞ്ജിത്ത്, ലില്ലി ചോളിലടക്കം, റാമി, ഷിനി, ജീഷിത്ത് അടക്കം, ജോസ്വിൻ ജോസഫും സുനീറയും അടക്കം, ഷാജി പൊയ്യലടക്കം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയും എത്താത്ത നമ്മൾ സ്ഥിരം 1-2 ആൾക്കാരെ കാണാനില്ല. വളരെ പെട്ടെന്ന് നമ്മൾ ഹാജർ വെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നമുക്ക് അങ്ങനെ മിണ്ടിയും പറഞ്ഞും വാർത്തയൊക്കെ പറഞ്ഞു അടുത്ത 1.5 മണിക്കൂർ വാർത്തായാത്രയിൽ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുകയാണ്. ആദ്യ വാർത്തയിലേക്കാണ്. മുഖം കൊടുത്തില്ല, ഉപചാരങ്ങളില്ല, സൗഹൃദങ്ങളില്ല, ചിരിയില്ല, ഗവർണർ ഇടഞ്ഞു തന്നെയാണ്. പതിനഞ്ചാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിലെ നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാർ നയം പ്രഖ്യാപിക്കാതെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ വായിക്കാതെ നാടകീയമായാണ് ഗവർണർ നിയമസഭയിൽ നിന്ന് മടങ്ങിയത്. നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കായി തിങ്കളാഴ്ച സഭ വീണ്ടും ചേരും. ഉപാധികളൊന്നും വെക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ച ആശ്വാസത്തിലായിരുന്നു സർക്കാർ. എന്നാൽ നിയമസഭയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഗവർണർ നിലപാട് വ്യക്തമാക്കി. മുഖ്യമന്ത്രി ബൊക്കെ നൽകിയെങ്കിലും മുഖത്തുപോലും ഗവർണർ നോക്കിയില്ല. സൗഹൃദഭാവമില്ലാതെ അകത്തേക്ക് പ്രവേശിച്ച ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫ് വായിച്ച് അവസാനിപ്പിച്ചു. It is my honor and privilege to address this august body of representatives of the people of Kerala. This essence is not diluted. Together as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. 63 പേജുകളുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിലെ വിവാദങ്ങളും കേന്ദ്ര വിമർശനങ്ങളും ഇല്ലാത്ത മതനിരപേക്ഷയും സാമൂഹ്യനീതിയും പുലരണമെന്ന് പറയുന്ന അവസാന ഭാഗം മാത്രമാണ് ഗവർണർ വായിച്ചത്. അതിന് തൊട്ടു മുകളിലുള്ള മണിപ്പൂർ വംശഹത്യ എതിർക്കുന്ന ഭാഗം ഉൾപ്പെടെ മറ്റെല്ലാം ഒഴിവാക്കി. തുടർന്ന് നിയമസഭാ മന്ദിരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് യാത്രയാക്കി. ഇതോടെ ഇന്നത്തേക്ക് സഭ പിരിഞ്ഞു. നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കായി തിങ്കളാഴ്ച വീണ്ടും സഭ ചേരും. ഫെബ്രുവരി 5-നാണ് സംസ്ഥാന ബജറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബജറ്റായതിനാൽ ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. മാർച്ച് 27 വരെ നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നണികളുടെ രാഷ്ട്രീയ പ്രചരണത്തിന് തുടക്കമാകും. 24 തിരുവനന്തപുരം. ഇതിനു മുമ്പ് ഉപാധികൾ വെച്ചിരുന്ന പ്രഖ്യാപന പ്രസംഗത്തിന് വരാതിരുന്ന ഗവർണറൊക്കെ കേരളം കണ്ടതാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ സഭ എന്ന് പറയുന്നത് ചട്ടങ്ങൾ, കീഴ്വഴക്കങ്ങൾ, ഡെക്കോറം ഒക്കെ പ്രധാനമായിട്ടുള്ള ഒന്നാണല്ലോ. ഈ രാഷ്ട്രീയത്തിൻ്റെ എല്ലാവിധ തർക്കങ്ങൾക്കും ഒക്കെ അപ്പുറം അതൊരു പവിത്ര സഭ എന്നൊക്കെയാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. ശരിയാണോ എന്ന് ബന്ധപ്പെട്ടവരൊക്കെ ആലോചിക്കട്ടെ. നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കിയ നടപടിയിൽ ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ടെന്ന് LDF പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതി എന്നാണ് വിലയിരുത്തൽ. ഷഫീദ് റാവത്ത് വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ പി രാജീവിൻ്റെ അടക്കം പ്രതികരണം കണ്ടാൽ ആ തീരുമാനം പ്രാവർത്തികമാക്കുകയായിരുന്നു. എന്നാൽ അവഗണിക്കുകയോ തിരസ്കരിക്കുകയോ സംഭവിച്ചിടത്തോളം നല്ലത്, ബാക്കി കാര്യങ്ങൾ വഴിയെ നോക്കാം എന്ന ഒരു നിസ്സംഗതയിലേക്ക് എത്തുകയാണോ സർക്കാരും LDF-ഉം CPM-ഉം? ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പി രാജീവ്, സജി ചെറിയാൻ, കെ രാജൻ ഇവരൊക്കെ നവകേരള സദസ്സിന്റെ സമയങ്ങളിൽ ഗവർണർക്കെതിരെ നടത്തിയ അതിരൂക്ഷ വിമർശനം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ ചുരുക്കിയിട്ടും ഗവർണർക്കെതിരെ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ മന്ത്രിമാരുടെ പ്രതികരണം മയപ്പെട്ടതായിരുന്നു. അവർ പറഞ്ഞ കാര്യം ഗവർണർക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം, അത് ഗവർണറാണ് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അതോടുകൂടി അത് നിയമസഭാ രേഖകളിലേക്ക് ഉൾപ്പെട്ടു എന്നടക്കമുള്ള പ്രതികരണമായിരുന്നു മന്ത്രിമാർ നടത്തിയത്. അത് ശരിവയ്ക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളാണ് നിലവിലിപ്പോൾ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ LDF എടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ ചുരുക്കിയ ഗവർണറുടെ നടപടിയിൽ പരസ്യമായ ഒരു ഏറ്റുമുട്ടൽ ഗവർണറുമായി വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ LDF എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ യോഗത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി മാത്രം കണ്ടാൽ മതി. പ്രസംഗത്തിലെ ഭാഗങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല. സർക്കാരിനെതിരെ ഗവർണർ ഒന്നും പറഞ്ഞിട്ടില്ല. ഗവർണറെ വിമർശിച്ച് ഈ വിവാദം ആളിക്കത്തിക്കേണ്ടതില്ല എന്നും
LDF തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിലയിരുത്തൽ LDF നടത്തുന്നത് ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ സമയത്ത് ഗവർണറുമായി ഒരു പരസ്യമായ ഏറ്റുമുട്ടൽ അത് ശരിയാകില്ല. കാരണം നമ്മൾ കണ്ടതാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരടക്കം രാജ്ഭവനിലേക്ക് കൊടുക്കുമ്പോഴും സ്പീക്കർ ഗവർണറെ നേരിട്ടെത്തി ക്ഷണിക്കുമ്പോഴും ഒക്കെ ഇക്കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. 2021 അതേപോലെ തന്നെ നമ്മൾ പല ഘട്ടങ്ങളിലും ചില ആശയക്കുഴപ്പങ്ങളടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവസാന നിമിഷം വരെ മുൾമുനയിൽ നിർത്തുന്ന ഗവർണറുടെ സ്വഭാവവും നമ്മൾ കണ്ടതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ നിലവിലിപ്പോൾ ഗവർണർ വരുന്നു. അതൊരു ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ ബാധ്യത നിറവേറ്റി. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇനി ഒരു പരസ്യമായ പോര് ഏറ്റുമുട്ടൽ അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് LDF എത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റു വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് തുടരാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ഹാഷ്മി. ഷഫീദ് റാവുത്തറാണ്. ഇന്നലെ SFI DYFI കരിങ്കൊടി പ്രതിഷേധമൊക്കെ കണ്ടതാണ് ഗവർണർക്കെതിരെ. അത് ജോസ്ഫിൻ ജോസഫ് ചോദിക്കുന്നു, ഹാഷ്മി ബ്രോ ഗവർണർ കട്ട കലിപ്പിലാണോ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ഒരു തരത്തിൽ സൗഹാർദ്ദമോ അല്ലെങ്കിൽ ഒരു സഭയിൽ സാധാരണ കാണാനുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭാഷയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് വന്നു, അദ്ദേഹത്തിൻ്റെ ദൗത്യം നിറവേറ്റി പടയെന്ന് മടങ്ങുകയും ചെയ്തു. അപ്പോൾ ചെറിയൊരു രോഷവും പ്രതിഷേധവും ഉണ്ട്. ഏത് രീതിയിലാണ് പരിഹാരമാർഗം, അതോ ഇനി പരിഹരിക്കാൻ സർക്കാർ മുൻകൈ എടുക്കുന്നില്ലേ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. പക്ഷേ അതിനിടയിൽ ജനുവരി 26 എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ദിനത്തിന് രാജ്ഭവനിൽ പൗരപ്രമുഖർക്ക് വിരുന്നൂട്ട 20 ലക്ഷം രൂപ അനുവദിക്കൽ പോലെയുള്ള ചട്ടപ്പടി നടപടികൾ സർക്കാർ മുടക്കമില്ലാതെ ചെയ്യുന്നുണ്ട് കേട്ടോ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനം അടക്കമുള്ള ഒഴിവാക്കുമെന്നത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും നിയമസഭയിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചത് അപ്രതീക്ഷിതമായ അസാധാരണ നീക്കമാണ്. 1 മിനിറ്റ് 20 സെക്കൻഡിൽ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അവസാനിപ്പിക്കുമ്പോൾ സ്പീക്കറും സഭയും സ്തബ്ധരായി. രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി നിയമസഭാ നടപടി പൂർത്തിയാക്കി 25 മിനിറ്റിനുള്ളിൽ ഗവർണർ തിരികെ രാജ്ഭവനിലെത്തുകയും ചെയ്തു. 15ാം കേരള നിയമസഭയുടെ 10ാമത് സമ്മേളനം ആരംഭിക്കുക ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ. രാജ്ഭവൻ കവാടം തുറന്ന് ഗവർണറും വാഹനവ്യൂഹവും പുറത്തേക്ക്. ഗവർണർ നിയമസഭാ കോംപ്ലക്സിൽ. ഗവർണറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, പാർലമെന്ററി കാര്യമന്ത്രി K രാധാകൃഷ്ണനും ഉദ്യോഗസ്ഥരും. മുഖ്യമന്ത്രിയിൽ നിന്ന് ബൊക്കെ സ്വീകരിച്ച് മുഖം കൊടുക്കാതെ ഗവർണർ താൻ നിശ്ചയിച്ചിരിക്കുന്നതിന്റെ ആദ്യ സൂചന നൽകി. ഗവർണർ നിയമസഭയ്ക്കുള്ളിലേക്ക്. Honorable Speaker, Chief Minister, അഭിസംബോധനയ്ക്കു പിന്നാലെ 63 പേജുള്ള നയപ്രഖ്യാപനത്തിന്റെ ഒടുവിലത്തെ പാരാഗ്രാഫ് മാത്രം വായിച്ച് പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ സർക്കാരിനോടുള്ള തന്റെ അതൃപ്തിയുടെ ആഴം വെളിപ്പെടുത്തി. സ്പീക്കറുടെ മുഖഭാവം സഭാ ടിവിയുടെ ക്യാമറയിൽ വ്യക്തം. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show. 1 മിനിറ്റ് 20 സെക്കൻഡിൽ ഗവർണർ നയപ്രഖ്യാപനം അവസാനിപ്പിച്ചതിനു പിന്നാലെ സഭയിൽ മുറുമുറുപ്പ്. ഗവർണർ നിയമസഭയ്ക്ക് പുറത്തേക്ക്. ഗവർണറെ അനുഗമിച്ച മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി വകുപ്പ് മന്ത്രിയും. വാച്ച് ആൻഡ് വാർഡിനും ഉദ്യോഗസ്ഥർക്കുമിടയിലൂടെ മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ കാറിൽ കയറി. ഗവർണറുടെ മുഖത്ത് നിർവികാരത. എന്താണ് സംഭവിച്ചതെന്ന് സാമാജികർക്ക് മനസ്സിലാകുന്നതിനു മുമ്പേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ ബാധ്യത നിറവേറ്റി രാജ്ഭവനിലെത്തി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ആകെ ഒരു വെടിയും പുകയും എന്നൊക്കെ സിനിമയിൽ പറയില്ലേ എന്ന് പറയുന്ന പോലെയായിരുന്നു. വളരെ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞാണ് സംഭവിച്ചത് എന്താണ് എന്ന് സഭയ്ക്ക് മനസ്സിലായത്. അലി മണ്ണാർക്കാട് ഹാഷ്മി ഇടയാൻ ഗവർണർ എന്താ ആനയോ എന്ന് ചോദിക്കുന്നുണ്ട്. ചേട്ടാ, ഇടയാന്ന് പറഞ്ഞാൽ പിണങ്ങുക എന്ന അർത്ഥമേ ഉള്ളൂ, അല്ലാതെ ആന മാത്രമല്ല, എല്ലാവർക്കും ഇടയാ. സാമ്പത്തിക വിരോധം ഏർപ്പെടുത്തിയ കേന്ദ്ര നടപടിയിൽ രൂക്ഷ വിമർശനവുമായി നയപ്രഖ്യാപന പ്രസംഗം. എന്നാൽ മറ്റ് വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം മയപ്പെടുത്തിയാണ് നയപ്രഖ്യാപനം. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളും വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത്. സംസ്ഥാന സർക്കാർ പല വെല്ലുവിളികൾ അതിജീവിച്ചാണ് അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചത്. സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അസമത്വം നിലനിൽക്കുന്നുണ്ട്. ഇതുമൂലമാണ് സംസ്ഥാനത്ത് പണഞ്ഞെരുക്കമുണ്ടായത് എന്നായിരുന്നു വിമർശനം. സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിഭവ സമാഹരണത്തിന് ഗണ്യമായ സ്രോതസ് കേന്ദ്രത്തിനുണ്ട്. സംസ്ഥാനങ്ങൾ അവയുടെ വരുമാനമുണ്ടാക്കാനുള്ള സ്രോതസ്സുകളുടെ പരിമിതി കടന്ന് വികസന ചെലവുകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നുവെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. ഇത് കാലക്രമേണ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെ പരിമിതപ്പെടുത്തി. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും റവന്യൂ ഗ്രാന്റിൽ വന്ന കുറവും സാമ്പത്തിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചെന്നും വിമർശനം. സംസ്ഥാനത്തിന്റെ ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണവും നയപ്രഖ്യാപനത്തിൽ വിമർശന വിധേയമായി. NCERT പാഠപുസ്തക പരിഷ്കരണവും നയപ്രഖ്യാപനത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ മറ്റു വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം മയപ്പെടുത്തി. വംശഹത്യയെ അപലപിക്കുന്നു എന്ന പരാമർശമുണ്ടെങ്കിലും മണിപ്പൂരിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനം. കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനത്തിന് മൂർച്ച പോരെന്ന ആരോപണം ഇതിനോടകം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. കേരളീയവും നവകേരളവും ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികളും പദ്ധതികളും പരാമർശിച്ചു.
സർക്കാർ വികസനപാതയിലാണെന്ന് സൂചിപ്പിച്ചായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. 24 തിരുവനന്തപുരം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഗവർണർ സ്പീച്ച് എന്നൊരു പ്രേക്ഷകൻ റിഗർ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നയപ്രഖ്യാപനം എന്നുള്ളൊരു സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് സഭയുടെ കീഴ്വഴക്കമാണ്. നിയമപരമായി തന്നെ അത് വേണ്ടതാണ്. അതാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ പ്രസക്തി. പിന്നെ ഗവർണർ തന്നെ എന്തിനാണ്, ആ പോസ്റ്റൊക്കെ വേണോ എന്നുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതാ ഇവിടെ ഷമീർ അഹമ്മദ് അടക്കം പറയുന്നുണ്ട്. ഗവർണറും മുഖ്യമന്ത്രിയും നാടകമേ ഉലകം എന്നൊക്കെയുള്ള പൊളിറ്റിക്കൽ കമൻറ്റുകളുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷം ആരോപിക്കുന്നതാണ് അത്. അപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ ഒതുക്കിയ ഗവർണർ നടപടിയെ രൂക്ഷമായി വിമർശിക്കുന്നു പ്രതിപക്ഷം. ഭരണഘടനാ ബാധ്യത നിറവേറ്റാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് കേരള നിയമസഭയെ അവഹേളിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് പ്രസംഗം പൂർണ്ണമായി വായിക്കാതിരിക്കുന്നതെന്നും സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ഗവർണർ വായിച്ചുവെന്നും മന്ത്രിമാരും പ്രതികരിച്ചു. ഗവർണറുടെ അതൃപ്തി സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയാണെന്നായിരുന്നു BJPയുടെ കുറ്റപ്പെടുത്തൽ. ഗവർണർ സർക്കാർ പോര് നാടകമെന്ന് ആവർത്തിച്ച പ്രതിപക്ഷം ഗവർണറെയും സർക്കാരിനെയും ഒരുപോലെ കുറ്റപ്പെടുത്തുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ചുപോയത് നിയമസഭയോടുള്ള അവഹേളനമെന്ന് വിമർശിക്കുമ്പോഴും സർക്കാരും ഗവർണറും തമ്മിലുള്ള നാടകത്തിന്റെ അന്ത്യമാണ് സഭയിൽ കണ്ടതെന്നും കുറ്റപ്പെടുത്തി. സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കാര്യമായ വിമർശനമില്ലെന്നും പ്രതിപക്ഷം ആക്ഷേപിക്കുന്നു. അവസാന ഭാഗമാണെങ്കിലും നയപ്രഖ്യാപനം ഗവർണർ വായിച്ച് നിയമസഭാ രേഖ ആയതിന്റെ ആശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. ഗവർണർക്കെതിരെയുള്ള വിമർശനം മന്ത്രിമാർ മയപ്പെടുത്തി. ഒത്തുതീർപ്പിന്റെയും വഴങ്ങലിന്റെയും കാര്യമില്ലെന്നും സർക്കാർ കാഴ്ചപ്പാടുള്ള അവസാന ഭാഗം തന്നെയാണ് ഗവർണർ വായിച്ചതെന്നും മന്ത്രിമാർ പ്രതികരിച്ചു. സാധാരണ നിലയിൽ വായിക്കേണ്ടതാണ് ഒരു പൊതുവായ മര്യാദ. എന്തായാലും നിയമസഭയുടെ ഭാഗമായിട്ടുള്ള സർക്കാരിന്റെ നയം ബഹുമാനപ്പെട്ട ഗവർണർ നിയമസഭയുടെ മുമ്പാകെ വെച്ച് കഴിഞ്ഞു. ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ ഗവർണർക്ക് അങ്ങനെ നടപടി ചെയ്യാൻ അവകാശമുണ്ട്. അതിനപ്പുറമൊന്നും കാണുന്നില്ല. ഇല്ലില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് ഇടതുമുന്നണിയുടെ അന്തസ്സത്ത നഷ്ടപ്പെടുത്തിയെന്ന് BJPയും വിമർശിച്ചു. സംസ്ഥാന ഗവൺമെൻറ് അനാവശ്യമായി കേരളത്തിലെ പ്രതിസന്ധികൾക്ക് കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കാൻ തെറ്റായ രാഷ്ട്രീയ പ്രചരണം നടത്താൻ നിയമസഭയെ ഉപയോഗിച്ചതിനുള്ള തിരിച്ചടിയാണത്. നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെങ്കിലും നിയമസഭാ സമ്മേളനം അവസാനിക്കും വരെ ഗവർണറെ പ്രകോപിപ്പിക്കേണ്ടെന്ന വിലയിരുത്തൽ ഇടതുമുന്നണിക്കുണ്ട്. 24 തിരുവനന്തപുരം. അപ്പോൾ പോര് എത്ര കാലം തുടരും, എങ്ങനെയാണ് കോംപ്രമൈസ് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ പല കോംപ്രമൈസുകൾ കണ്ടവരാണ് കേരളം. ലിലി ചോളിൽ പറയുന്നു, ലോകത്തെ ആദ്യ TV പ്രേക്ഷകരുടെ സമ്മേളനത്തിന് 1000 ആശംസകൾ. പല പൂക്കളിൽ വിടർന്നവർ, പല ദിക്കിൽ നിന്നും ഒരുമിച്ചെത്തുന്നവർക്ക് 24ന്റെ കൂടെ കീഴിൽ ഒരു മനോഹര സമ്മേളനമായിരിക്കും. വരാൻ കഴിയാത്തവർ ലൈവിൽ കാണും എന്ന് ലിലി ചോളിൽ പറയുകയാണ്. വിനീത് പടന്നമ്മക്കൽ പറഞ്ഞു, ആഷ്മി, കോട്ടയം കല്ലറയിലെ വർഷങ്ങളായി ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഞങ്ങൾ കല്ലറ നിവാസികൾ നാളെ ഒത്തുകൂടി പ്രക്ഷോഭം തുടങ്ങുകയാണ്. ഒരാശംസ നേരാമോ ഈ ഉദ്യമത്തിനെന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജനകീയ സമരങ്ങൾക്ക് എല്ലാ കാലവും നമ്മുടെ സ്നേഹവും ആശീർവാദവും ആശംസയുമുണ്ട്. അത് എന്താണ്, ജനകീയ സമരം എന്നൊരു അക്രമാസക്തമൊന്നുമാകാതെ സമരം ചെയ്യാനുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുന്ന കല്ലറ നിവാസികൾക്ക് ആശംസകൾ. മസാല ബോണ്ട് കേസിൽ ED സമൻസിന് മറുപടി നൽകാൻ കിഫ്ബിക്ക് ഹൈക്കോടതി നിർദ്ദേശം. ED സമൻസിനെ എല്ലാവരും ഭയപ്പെടുന്നത് എന്തിന് എന്ന് ചോദിച്ച കോടതി അന്വേഷണം തടസ്സപ്പെടുത്തില്ലെന്നും വ്യക്തമാക്കി. മസാല ബോണ്ട് നിയമപരമെന്നും ED പുറത്തുവിട്ടത് രഹസ്യരേഖയല്ലെന്നും ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകൾ ആവശ്യപ്പെടുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമൻസിന് മറുപടി നൽകാൻ കിഫ്ബിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. എന്തിനാണ് സമൻസിനെ പേടിക്കുന്നതെന്നും രേഖകൾ സമർപ്പിക്കാമെന്നോ ഇല്ലെന്നോ മറുപടി EDക്ക് നൽകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണം പോലും നടത്തുന്നതിൽ നിന്നും EDയെ തടയണമെന്നാണോ കിഫ്ബി പറയുന്നതെന്നും അന്വേഷണം ഒരു ഘട്ടത്തിലും തടസ്സപ്പെടുത്തില്ലെന്നും കോടതി ആവർത്തിച്ചു. ഇതിനിടെ ED അന്വേഷണത്തിനെതിരെ തോമസ് ഐസക് ഇന്നും രംഗത്തെത്തി. ഞങ്ങളുടെ വാദം മസാല ബോണ്ട് ഇറക്കിയിട്ടില്ലെന്നല്ല, ഇറക്കിയത് നിയമപരമായിട്ടാണ്. നിയമലംഘനം ഇങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും എന്നാ കഴിയുന്ന വിശദീകരണം കൊടുക്കാം. അതേസമയം സമൻസിലൂടെ ഉപദ്രവിക്കുകയാണെന്നും 6 തവണ സമൻസ് നൽകിയതായും കിഫ്ബി അറിയിച്ചു. ആവശ്യമുള്ള എല്ലാ രേഖകളും സമർപ്പിച്ചുവെന്നും സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ വേണമെന്നാണ് നിലവിൽ ED ആവശ്യപ്പെടുന്നതെന്നും കിഫ്ബി വ്യക്തമാക്കി. അന്വേഷണത്തോട് കിഫ്ബി സഹകരിച്ചാൽ കേസ് വേഗം തീർക്കാമെന്നായിരുന്നു EDയുടെ നിലപാട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. അരിക്കൊമ്പൻ നാട്ടിൽ വന്നു, ഇടഞ്ഞ് കാട്ടിലേക്ക് തന്നെ പോയി എന്ന് പറയുന്നുണ്ട്. അരിക്കൊമ്പനൊന്നും കുഴപ്പമില്ല. അരിക്കൊമ്പനൊക്കെ ഹാപ്പി, വളരെ സുഖമായി സന്തോഷമായി ജീവിക്കുകയാണ്. ഏതേതോ വനമേഖലകളിൽ.
വൈദ്യുതി ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് KSEB ചെയർമാൻ. ഇതുവരെ തുടങ്ങാത്ത എല്ലാ പദ്ധതികളും മാറ്റിവെക്കാൻ കർശന നിർദ്ദേശം നൽകി. ഉന്നത മാനേജ്മെന്റിനും ടെക്നിക്കൽ ഡയറക്ടർമാർക്കും നൽകിയ കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ദീർഘകാല കരാർ റദ്ദാക്കിയതും മഴ ലഭ്യമല്ലാത്തതും സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ബില്ലടയ്ക്കാത്തതുമാണ് പ്രതിസന്ധി. ബോർഡ് സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന സൂചന നൽകുന്നതാണ് ടെക്നിക്കൽ ഡയറക്ടർമാർക്കുള്ള ഉത്തരവ്. ഇതുവരെ തുടങ്ങാത്ത എല്ലാ പദ്ധതികളും മാറ്റിവെക്കാനാണ് ചെയർമാന്റെ കർശന നിർദ്ദേശം. നിലവിൽ നടക്കുന്ന പദ്ധതികളിൽ മാർച്ച് 31 മുമ്പ് പൂർത്തിയാവുന്നവയ്ക്ക് മാത്രമാകും മുൻഗണന നൽകുക. അടുത്ത വർഷത്തേക്ക് നിശ്ചയിച്ച പദ്ധതികൾ പുനഃപരിശോധിക്കാനും പദ്ധതികൾക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കാനും നിർദ്ദേശം നൽകി. ചെലവ് ചുരുക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നും ശമ്പളവും പെൻഷനും നൽകാൻ വായ്പയെടുക്കേണ്ട അവസ്ഥയാണെന്നും ഉത്തരവിലുണ്ട്. ദീർഘകാല കരാർ പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി നൽകാൻ കമ്പനികൾ തയ്യാറായിട്ടില്ല. ഇതേ തുടർന്ന് ഉയർന്ന നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത്. വേനൽക്കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമെന്നും ചെയർമാൻ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവാദമായെങ്കിലും നിർദ്ദേശം പിൻവലിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. 24 തിരുവനന്തപുരം. മോഹൻ ചോദിക്കുകയാണ്, നല്ല ഇടയനായിരിക്കേണ്ടയാൾ ഇടഞ്ഞു നിന്നാൽ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയാണ്. ഇടഞ്ഞു നിൽക്കേണ്ടതില്ല. ശാന്തവും സമാധാനവുമായി പോകലാണ് നമ്മുടെ ഭരണത്തിനും സർക്കാരിനും മുന്നോട്ടുള്ള പോക്കിനൊക്കെ നല്ലത്. അത് വേണ്ടപ്പെട്ടവർ ആലോചിക്കട്ടെ. വിപിൻ വെള്ളിയാട്ടി വയ്ക്കുന്നു, ഹാഷ്മി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങുന്നു രാജ്യം. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് ഇത്തവണത്തെ മുഖ്യാതിഥി. റിപ്പബ്ലിക് ആഘോഷത്തിന്റെ ഭാഗമായി പഴുതടച്ച സുരക്ഷാ വലയത്തിലാണ് ഡൽഹി. ഒരാഴ്ച മുൻപ് തന്നെ ഡൽഹിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചു. സേനകളുടെ മാർച്ച് കടന്നുപോകുന്ന കർത്തവ്യപഥ് മുതൽ ചെങ്കോട്ട വരെ കനത്ത സുരക്ഷ. താൽക്കാലിക ബാരിക്കേഡുകളും നിരീക്ഷണ പോസ്റ്റുകളും ഏർപ്പെടുത്തി. കമാൻഡോകൾ, ദ്രുതകർമ്മ സേനാംഗങ്ങൾ, സേനയുടെയും പോലീസിന്റെയും നിരീക്ഷണ വാഹനങ്ങൾ എന്നിവ തന്ത്രപ്രധാന മേഖലകളിൽ വിന്യസിക്കും. ഓരോ സോണിനും DCPO, അഡീഷണൽ DCPO നേതൃത്വം നൽകും. ഇന്ന് രാത്രി 10 മണി മുതൽ ഡൽഹി അതിർത്തികൾ അടയ്ക്കും. നാളെ രാവിലെ പുലർച്ചെ തന്നെ അവസാനഘട്ട സുരക്ഷാ പരിശോധനകൾ നടത്തും. ഡൽഹിയിൽ ട്രാഫിക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. ഇന്ന് രാത്രി 7 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. 24 ഡൽഹി. മുതിർന്ന BJP നേതാവ് ഒ രാജഗോപാൽ പത്മഭൂഷൺ പ്രഖ്യാപനത്തിലുള്ള അന്തിമ പട്ടികയിൽ. പൊതുപ്രവർത്തക വിഭാഗത്തിലാണ് ഒ രാജഗോപാലിനെ ഉൾപ്പെടുത്തിയത്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, ഉറപ്പിക്കാമോ എപ്പോഴാണ് പ്രഖ്യാപനം? ദീപക് കേൾക്കാം? ദീപക് കേൾക്കാമോ? വളരെ നിർണായകമായ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്രം പോയിരിക്കുന്നു. ഒ രാജഗോപാലിന് ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്തൊന്നും അടുത്ത കാലത്തൊന്നും തന്നെ BJPയുടെ ഒരു നേതാവിനെ തെക്കേ ഇന്ത്യയിൽ നിന്നും പത്മഭൂഷൺ പോലുള്ള ഒരു പദവിയിലേക്ക് കേന്ദ്രം ആദരിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അന്തിമ പരിശോധന കഴിഞ്ഞുള്ള പട്ടികയിൽ ഒ രാജഗോപാൽ പത്മഭൂഷൺ പട്ടികയിലേക്ക് പെടുത്തിയിരിക്കുന്നു. മികച്ച പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തകരുടെ കാറ്റഗറിയിലാണ് ഒ രാജഗോപാലിനെ പെടുത്തിയിരിക്കുന്നത്. BJPയുടെ ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഒ രാജഗോപാൽ BJPയുടെ ആദ്യ സംസ്ഥാന അധ്യക്ഷൻ മാത്രവുമല്ല, ഏറെ ജനപ്രിയനായ ഒരു കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ അമൃതംഗമയിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം എപ്പോഴും ത്യാഗസുരഭിലമായിരിക്കണം, അത് രാജ്യത്തിന് വേണ്ടിയുള്ള സമർപ്പണമായിരിക്കണം എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ ഇടക്കാലത്ത് അദ്ദേഹം BJPയുടെ സംസ്ഥാന നേതൃത്വവുമായൊക്കെ കലഹമാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എപ്പോഴും പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള നിലപാടുകളായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിനെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പത്മഭൂഷൺ അന്തിമ പട്ടികയിലേക്ക് പെടുത്തിയിരിക്കുന്നത്. MHA അദ്ദേഹത്തെ അതിൻ്റെ അന്തിമ പരിശോധനയുടെ ഭാഗമായുള്ള വിവര കൈമാറ്റം നടത്തി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഹാഷ്മി. ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എനിക്ക് തോന്നുന്നു BJPയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ, അങ്ങനെയല്ല ഒരുപക്ഷെ ഏറ്റവും മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ ആയിരിക്കണം. ഒ രാജഗോപാലാണ്. അപ്പോൾ പത്മഭൂഷൺ പട്ടികയിലേക്ക് അദ്ദേഹത്തെ എടുത്തിരിക്കുന്നു. അത് ഏതാണ്ട് ഫൈനലൈസ് ആവുന്നു. അങ്ങനെയെങ്കിൽ അഡ്വാൻസ്ഡായ അഭിനന്ദനങ്ങൾ ഒ രാജഗോപാലിനെ അറിയിക്കുകയുമാണ്. എന്തായാലും പ്രഖ്യാപനം വരട്ടെ. നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ ചോർന്നെന്ന ആരോപണത്തിൽ എറണാകുളം ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണം പൂർത്തിയായി. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കി 20 നാൾ കഴിഞ്ഞിട്ടും റിപ്പോർട്ടിൽ കോടതി ഇതുവരെ കേസെടുക്കുകയോ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിതം മേൽക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത. കോടതി കസ്റ്റഡിയിലിരിക്കെ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിലാണ് ഹൈക്കോടതി അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ ഉത്തരവിട്ടത്. ജനുവരി 7-നകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ജഡ്ജും
വിചാരണ കോടതി ജഡ്ജുമായ ഹണി എം വർഗീസിനായിരുന്നു അന്വേഷണത്തിനുള്ള ചുമതല. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കി 20 ദിവസം കഴിഞ്ഞിട്ടും റിപ്പോർട്ടിൽ കോടതി ഇതുവരെ കേസെടുക്കുകയോ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതോടെ അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടിയില്ലെന്നാരോപിച്ച് അതിജീവിത മേൽക്കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് വിവരം. കേസിലെ പരാതിക്കാരിയായ തനിക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കിയിട്ടില്ലെന്നും തുടർ നടപടി എന്താണെന്ന് പോലും അറിയിച്ചിട്ടില്ലെന്നുമാണ് ആരോപണം. അന്വേഷണ ഘട്ടത്തിൽ 2 വട്ടം തെളിവുകൾ കൈമാറാൻ അപേക്ഷ നൽകിയിട്ടും പ്രിൻസിപ്പൽ ജഡ്ജ് അത് പരിഗണിക്കാൻ പോലും തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിൽ കേസിലെ തുടർ നടപടി എന്തെന്ന് അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ മേൽക്കോടതി ഇടപെടണമെന്നുമാണ് ആവശ്യം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് നയപ്രഖ്യാപന പ്രസംഗ വിഭാഗത്തിൽ ഉള്ളടക്കം വായിക്കാനുള്ള നിലവാരമില്ലാത്തതുകൊണ്ടാണ് ഗവർണർ അത് വായിക്കാത്തത്. കള്ളപ്രചരണങ്ങൾ നയപ്രഖ്യാപനത്തിന് മറപിടിച്ചുകൊണ്ട് സഭയിൽ രേഖപ്പെടുത്താൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ വി മുരളീധരൻ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു രാഷ്ട്രീയ ചർച്ചാ വിഷയമായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 25:49 പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ആഴ്ചയിലെ അവസാന വ്യാപാര ദിവസത്തിൽ ആവേശമില്ലാത്ത വിപണികൾ. സെൻസെക്സ് 670 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 21,300 പോയിന്റിന് താഴെ. വിപണിയിൽ പ്രഭാവമുണ്ടാക്കാതെ കമ്പനികളുടെ 3ാം പാദ ഫലങ്ങളും. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ 1ാം വാർഷികത്തിൽ പ്രതികരിച്ചു ഗൗതം അദാനി. ഗ്രൂപ്പ് ശക്തമായി തിരിച്ചുവന്നെന്നും ഇന്ത്യയുടെ വളർച്ചയിൽ തങ്ങളുടെ സംഭാവനകൾ തുടരുമെന്നും അദാനി. ഹൽവ സെറമണിയോടെ ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിർബന്ധിത ലോക്ക് ഇൻ പീരീഡിന് തുടക്കമായി. ബജറ്റിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ നോർത്ത് ബ്ലോക്കിൽ തുടരും. ഇത്തവണയും കടലാസ് രഹിത ബജറ്റ്. എല്ലാ ബജറ്റ് രേഖകളും യൂണിയൻ മൊബൈൽ ആപ്പിൽ ലഭ്യമാകുമെന്ന് ധനമന്ത്രാലയം. ശുദ്ധവും സുസ്ഥിരവുമായ ഓട്ടോമോട്ടീവ് ഭാവിക്കായുള്ള പ്രഖ്യാപനങ്ങൾ ഇടക്കാല ബജറ്റിലുണ്ടാകുമെന്ന് സൂചന. സാമ്പത്തിക പ്രോത്സാഹനങ്ങളും നയക്രമീകരണങ്ങളും പ്രതീക്ഷിച്ച് ഇലക്ട്രിക് വാഹന മേഖല. ലിഥിയം അയൺ ബാറ്ററി പാക്കുകൾക്കും സെല്ലുകൾക്കും GST 18% നിന്ന് 5% കുറയ്ക്കണമെന്ന ആവശ്യം പരിഗണിച്ചേക്കും. ചൈനീസ് വിപണിയിൽ സർക്കാർ വിലക്കുകൾ അതിജീവിച്ച ഐഫോൺ. 4ാം പാദത്തിൽ ഐഫോൺ 1ാമതെന്ന് മാർക്കറ്റ് ട്രാക്കിംഗ് ഗ്രൂപ്പ് IDC. കയറ്റുമതിയിൽ 2.1% കുറവ്. ചൈനീസ് കമ്പനി വാവേയുടെ കയറ്റുമതിയിൽ 36% കുതിപ്പ്. ഡൽഹി എയിംസിലെ സ്മാർട്ട് കാർഡ് സംവിധാനം എല്ലാ വിഭാഗങ്ങളിലേക്കും ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിലാകും. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറുന്നതും രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും ലക്ഷ്യം. എല്ലാ പണമടയ്ക്കലുകളും സ്മാർട്ട് കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് എൻഡ് പോയിന്റുകളിൽ സ്വീകരിക്കും. ബജറ്റുകൾ വരാൻ പോവുകയാണ്. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ാം തീയതിയും സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 5-ാം തീയതിയും വരാൻ പോവുകയാണ്. അതൊരു വോട്ട് ഓൺ അക്കൗണ്ട് ആണോ ഇത്തവണ കേന്ദ്ര ബജറ്റ്, അതോ ഇടക്കാല ബജറ്റോ എന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും. വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തെ ചെലവുകൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പാസ്സാക്കുന്നു. എന്നാൽ ഇടക്കാല ബജറ്റ് ആകുമ്പോൾ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ധനമന്ത്രി പറയുന്നത് ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും. എന്നാലും ഒരു തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ ചില പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ പ്രവാസികൾക്ക് കടിഞ്ഞാണിടാനുള്ള തൊഴിൽ വിസ ചട്ടം UAE നീക്കി എന്ന ഒരു വാർത്ത, അത് അത്തരത്തിലൊരു സൂചനയും വരുന്നുണ്ട്. ഇനി നമ്മൾ വിപണിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് വിപണികളിൽ ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21,273 ഒരു സൈക്കോളജിക്കൽ ലെവലായ 21,300 താഴെയാണ് നിഫ്റ്റി അഥവാ ദേശീയ ഓഹരി വിപണി വ്യാപാരം തുടരുന്നത്. 180 പോയിന്റ് താഴ്ന്ന്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് വലിയ ഇടിവാണ്. കഴിഞ്ഞ ദിവസം HDFC ബാങ്ക് അടക്കമുള്ള ഓഹരികൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ഇന്ന് പകരം ഇടിവാണ്. ഏകദേശം 600 പോയിന്റ് 599 പോയിന്റ് ഇടിഞ്ഞ് 44,483 വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസും അതേപോലെ തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 693 പോയിന്റ് താഴ്ന്ന്, അതായത് 700ഓളം പോയിന്റ് ഇടിഞ്ഞ് 70,366, 73,000 എന്ന് പറയുന്ന നമ്പറൊക്കെ കടന്ന വിപണിയാണ് ഇപ്പോൾ ഈ രീതിയിൽ താഴ്ന്ന വ്യാപാരം നടക്കുന്നത്. ഇനി ഡോളർ സൂചിക നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് ഒരു തകർച്ചയാണ്. കഴിഞ്ഞ ദിവസവും ഡോളർ സൂചിക തകർച്ചയിലാണ് വ്യാപാരം തുടർന്നത്. ഇന്നിപ്പോൾ 2 പൈസ താഴ്ന്നാണ് വ്യാപാരം നടക്കുന്നത്. നമുക്ക് അതിഥിയുണ്ട്, ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇപ്പോൾ രാവിലെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വിപണികളിൽ ഒരു ചാഞ്ചാട്ടമാണ്. അതൊരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇതിൽ US നിന്നുള്ള ചില സൂചകങ്ങളുണ്ട്. ചൈനയിൽ
വിപണിയിൽ ഒരു സാമ്പത്തിക ഉത്തേജനം വരുന്നു എന്നുള്ള വാർത്തകളുണ്ട്. ചില പാദഫലങ്ങൾ അത്ര മെച്ചമല്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണോ ഇന്ത്യൻ വിപണികളിൽ ഇത്തരത്തിലൊരു ഡൗൺവേർഡ് ട്രെൻഡ്? അതോ ഈ പറയുന്ന ചില ആൾക്കാർ പറയുന്നത് പോലെ തന്നെ ഒരു ബേസ് ഇല്ലാത്ത വളർച്ച, അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണോ? മാർക്കറ്റ് ഇന്ന് നമ്മൾ കാലത്ത് പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ എക്സ്പയറി ആണ്, അതായത് ജനുവരി മാസത്തിൻ്റെ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്ത് പോകേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഈ എക്സ്പയറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ലോങ് പൊസിഷൻസ് ഇപ്പോഴും ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെല്ലിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ താഴെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 21,150 വരെ വേണമെങ്കിലും നിഫ്റ്റിക്ക് താഴോട്ട് പോകാം എന്നുള്ള സാധ്യതകളാണ് ഇന്ന് കാണുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് അങ്ങനെ ഒറ്റയടിക്ക് താഴെ പോകുന്നില്ല. ഓരോ ലെവലിലും തിരിച്ചു കയറുകയും ഒരു ലെവലിനുള്ളിൽ തന്നെ റേഞ്ചിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ 21,250-നും 21,450-നും ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ചൈനീസ് ഉത്തേജനം നമുക്ക് വളരെ പ്രതിഫലിക്കുന്നുണ്ട്. ഷങ്ങൈ ഏകദേശം 3% ഉയർന്നാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹാങ്സങ് 2% ഉയർന്നാണ് നിൽക്കുന്നത്. ഇതെല്ലാം ചൈനീസ് ഉത്തേജനത്തിനുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റുകളുടെ കയറ്റമാണ് നമുക്ക് കാണിക്കുന്നത്. മറ്റ് മാർക്കറ്റുകളിൽ ജപ്പാനൊന്നും കാര്യമായിട്ട് കയറ്റമില്ല ഇന്ന്. ഇന്ത്യൻ മാർക്കറ്റിലും ചെറിയ സെല്ലിങ് എക്സ്പയറിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയേക്കാൾ കൂടുതൽ ബാങ്ക് നിഫ്റ്റി താഴെ പോയിട്ടുണ്ട്. ഏകദേശം 1.25% താഴെയാണ്. അതുപോലെ ടെക് മഹീന്ദ്രയുടെ റിസൾട്ട് വന്നിരുന്നു. അതും നിരാശാജനകമായതുകൊണ്ട് 6% ടെക് മഹീന്ദ്ര താഴെ പോയി. അതുപോലെ നിഫ്റ്റി ഐ ടിയും ഏകദേശം 1.75% താഴെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഐ ടി സ്റ്റോക്സും ഇന്ന് മോശമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടുത്ത ആഴ്ച തിങ്കളാഴ്ച മുതൽ പുതിയ എക്സ്പയറി ആരംഭിക്കുകയാണ്, ഫെബ്രുവരി എക്സ്പയറി. പക്ഷേ ആദ്യത്തെ 3 ദിവസങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബഡ്ജറ്റിന് മുമ്പുള്ള 3 ദിവസങ്ങളാണ്. അതുകൊണ്ട് ബഡ്ജറ്റ് പ്രതീക്ഷയിൽ അത് ഉള്ള ഒരു പുതിയ എക്സ്പയറി തുടങ്ങുന്നതിൻ്റെയും അതുപോലെ ബഡ്ജറ്റിൻ്റെ പ്രതീക്ഷയും എല്ലാം നമുക്ക് ആദ്യ ദിവസങ്ങളിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ കാണാൻ സാധിക്കും. ശരി, എന്തായാലും മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എക്സ്പയറി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവെ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആയിരിക്കുമെന്നാണ് ശ്രീ പോൾ തോമസ്, DBFS എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറയുന്നത്. താങ്ക് യു ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് വ്യൂവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈകുന്നേരം 4:45 വീണ്ടും കാണാം. ഇനി ബാക്ക് ടു ഹാഷ്മി. FS Wealth Management and Non-Banking Finance. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിലെ വിശേഷങ്ങൾ. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 36 മിനിറ്റ് 16 സെക്കൻഡാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതുകയാണ്. നമ്മൾ നേരെ അടുത്ത വാർത്തയിലേക്ക് പോകുന്ന ഏതാണ്? ഫ്ലവേഴ്സ് 1 കോടി ഇമ്പാക്റ്റ്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതോടെ ദയാവധത്തിന് അനുമതി തേടിയ ജോഷി ആന്റണിക്ക് പണം തിരികെ നൽകും. മുഴുവൻ തുകയും നൽകാൻ ബാങ്ക് അധികൃതർക്ക് മന്ത്രി VN വാസവൻ നിർദ്ദേശം നൽകി. ഫ്ലവേഴ്സ് 1 കോടിയിൽ ദുരവസ്ഥ വിവരിച്ച് ജോഷി ആന്റണി പങ്കെടുത്തതിന് പിന്നാലെയാണ് ഇടപെടൽ. തന്റെ കുടുംബാംഗങ്ങൾ നിക്ഷേപിച്ച തുക അടക്കം തിരികെ വേണം എന്ന് ജോഷി ആന്റണി പ്രതികരിച്ചു. ഫ്ലവേഴ്സ് 1 കോടി ഇമ്പാക്റ്റ്. ജോഷി ആന്റണി, വയസ്സ് 53, 2 തവണ തലയിൽ ട്യൂമർ, 20 കൊല്ലത്തിനിടെ 21 ശസ്ത്രക്രിയകൾ. രോഗങ്ങളെ മനോധൈര്യം കൊണ്ട് നേരിട്ടപ്പോൾ തളർത്തിയത് കരുവന്നൂർ സഹകരണ ബാങ്ക്. ജീവിത സമ്പാദ്യമായ 84 ലക്ഷം രൂപയാണ് ജോഷി ആന്റണിക്ക് കരുവന്നൂരിൽ നഷ്ടമായത്. ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ദുരിതക്കയത്തിൽ മുങ്ങിയ നിമിഷത്തിലാണ് ദയാവധത്തിനഭ്യർത്ഥിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചത്. ഈ കഥ മുഴുവൻ ഫ്ലവേഴ്സ് 1 കോടിയിൽ ജോഷി വിവരിച്ചു. നുണകളാണ് പടച്ചുവിടുന്നത്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, എൻ്റെ തൊട്ട വീട്ടിലത്തെയാണ്. അദ്ദേഹത്തിന് 2019 ഡ്യൂ ആയി കിടക്കുന്ന പൈസ നിങ്ങൾ പുതുക്കിയിട്ടില്ല, 2019 ബേസ് എമൗണ്ട് തരാം മേടിച്ചിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ആള് പറഞ്ഞു ശരി പൈസ പലിശ പൊക്കോട്ടെ ഉള്ളത് താ. ഇങ്ങനെയാണ് പലരും പൈസ മേടിച്ചിട്ട് പോണത്. ആ കൊള്ളയാണ് നടക്കുന്നത് സർക്കാർ നിശ്ചയിച്ച അഡ്മിനിസ്ട്രേറ്റർ. വിഷയത്തിൽ ഇടപെടുമെന്ന് അവതാരകനും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായരുടെ ഉറപ്പ്. താങ്കൾക്ക് കുടുംബവും എല്ലാവരും ആൾക്കാർ പറയുന്ന 2 മക്കൾ പഠിക്കുന്നു, അവരുടെ ജീവിത സാഹചര്യം അതെല്ലാം പരിഗണിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് കൂടി ഇതിൽ നിന്ന് ഇടപെടാനൊരു അവസരം താങ്കൾ തരിക. തൊട്ടു പിന്നാലെ ജോഷി ആന്റണിക്ക് മുഴുവൻ പണവും തിരിച്ചു നൽകുമെന്ന് മന്ത്രി VN വാസവൻ. ഏതാണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള 23 ലക്ഷം രൂപയാണ്. അത് പൂർണ്ണമായി കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. നേരത്തെ 15 ലക്ഷം രൂപ കൊടുത്തിരുന്നു എന്നപ്പോൾ കൺവീനർ ഇങ്ങോട്ട് പറഞ്ഞു. ബാക്കി എത്രയാണോ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത്
ചികിത്സയ്ക്ക് വേണ്ടി അത് കൊടുക്കണം. ആ കാര്യത്തിൽ ഒരു ലോഹവും വരുത്താതെ ബാങ്ക് ചെയ്യും. അങ്ങനെയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് അധികൃതരെ വിശ്വാസമില്ലെന്നും കുടുംബാംഗങ്ങൾ നിക്ഷേപിച്ച തുകയടക്കം തിരികെ കിട്ടണമെന്നും ജോഷി ആന്റണി പ്രതികരിച്ചു. സഹകരണ ബാങ്കിനെ, കരുവന്നൂർ ബാങ്കിനെ ഒരു രൂപയ്ക്ക് വിശ്വാസമല്ലേ? എൻ്റെ കുടുംബത്തിനും മൊത്തം അവർ വാഗ്ദാനം ചെയ്താൽ 23 ലക്ഷം രൂപ. ഇവരെങ്ങനെ കണക്കുണ്ടാക്കണം? എൻ്റെ മുകളിൽ ഞാനൊരു അക്കൗണ്ടൻ്റാണ്, എൻ്റെ കയ്യിൽ കണക്കുണ്ട്. കൃത്യമായിട്ട് ഇന്ന് വരെയുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് തന്നെ മുഴുവൻ തുകയും തിരികെ നൽകാനാണ് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർക്ക് മന്ത്രി വി എൻ വാസവൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ ജോഷി ചേട്ടൻ എന്താണ്, വളരെ ജെന്യൂനായിട്ടുള്ള മനുഷ്യനാണ്. വളരെ എന്ന് പറഞ്ഞാൽ പഴയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് കുടുംബമൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ ഉള്ളപ്പോൾ സാക്ഷാൽ EMS ഒളിവിൽ കഴിഞ്ഞ വീടാണ്. അമ്മയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ EMSൽ ഭക്ഷണം കഴിച്ച് വെച്ച് കൊടുത്ത കാര്യമൊക്കെ നമ്മൾ ചർച്ചയിൽ വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു ജോഷി ചേട്ടൻ. അപ്പോൾ അത് അത്രയും നല്ല കാര്യം. ഇവിടെ ചേറും ചേരാടി പറയുകയാണ്, ഒരു മറുപടി അനിവാര്യമായിരുന്നു. കിട്ടിയ അവസരം 24 ആർജവത്തോടെ ഉപയോഗിച്ചു. അഭിനന്ദനങ്ങൾ. ആത്യന്തികമായ സഹജീവിക്ക് അർഹതപ്പെട്ട നീതി എത്രയും വേഗം കിട്ടിയാൽ ഒത്തിരി സന്തോഷമെന്ന് പറയുകയാണ്. എന്തായാലും സന്തോഷം. ഇടുക്കി ശാന്തൻപാറയിലെ CPIM ഓഫീസ് നിർമ്മാണത്തിൽ NOCക്കായുള്ള അപേക്ഷ ജില്ലാ കളക്ടർ നിരസിച്ചു. കോടതി നിർദ്ദേശപ്രകാരമാണ് NOCക്ക് അപേക്ഷിച്ചത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ്. വിഷ്ണു, ഈ ഗാർഹികേതരം അതാണ് പ്രശ്നം. അശ്മി, അത് തന്നെയാണ് പ്രശ്നം. നേരത്തെ സ്റ്റോപ്പ് മെമ്മോ 2 വട്ടം നൽകിയിട്ടും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നിരുന്നു. പിന്നീട് കോടതി ഇടപെട്ടാണ് ഈ വിഷയത്തിൽ കോടതിയുടെ ശക്തമായ വിമർശനം CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് കേൾക്കേണ്ടി വന്നു. തുടർന്ന് കോടതിയിൽ ഒരു NOC ആവശ്യപ്പെട്ടുകൊണ്ട് NOCക്ക് അപേക്ഷിക്കാൻ തങ്ങളെ അനുവദിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് CPIM ജില്ലാ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കുന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പിന്നീട് കളക്ടറുടെ പക്കൽ NOCക്കായി അപേക്ഷിച്ചത്. ഈ NOC ആണ് നിലവിൽ നിരസിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇടുക്കിയിലെ 8 വില്ലേജുകളിൽ ഈ നിർമ്മാണ നിരോധനം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അവിടെ ഈ ഗാർഹികേതര നിർമ്മാണങ്ങൾക്കാണ് ഈ വിലക്കുള്ളത്. നിലവിൽ ഈ പാർട്ടി ഓഫീസ് 4 നിലകളിലായി 4000 ചതുരശ്ര അടിയിലാണ് പാർട്ടി ഓഫീസ് ബിൽഡിംഗ് നിർമ്മിക്കുന്നത്. അത് തികച്ചും ഈ വില്ലേജുകളിൽ അത് നിലവിൽ സാധ്യമല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ NOC നൽകാതിരിക്കുന്ന കളക്ടറുടെ നടപടി. CPIMന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടറും CPIM ജില്ലാ കമ്മിറ്റിയും തമ്മിൽ നേരിട്ടുള്ളൊരു പോർമുഖം തുറന്നിരുന്നു. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയം ചർച്ചയാകുമ്പോൾ അത്തരത്തിലൊരു വാഗ്വാദത്തിനുള്ള സാധ്യത നിലവിലുണ്ട്. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രതികരണം CPIMന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്തായാലും ആ ബിൽഡിങ്ങിന് നിലവിൽ ആ ബിൽഡിംഗ് ഇനി അല്ലെങ്കിൽ നിർമ്മിക്കാൻ തുടർ നിർമ്മാണങ്ങൾക്ക് NOC ഇല്ല. നിർമ്മാണം നിർത്തിവെക്കേണ്ടി വരും. ഓൾറെഡി നിർത്തിയിട്ടുണ്ട്. ഇനി തുടർ നിർമ്മാണത്തിനുള്ള സാധ്യതയും നിലവിൽ വളരെ തുച്ഛമാണ്. ഹാഷ്മി. യെസ്, അപ്പോൾ വിഷ്ണു സുരേഷാണ്. അത് ഒരു ഏറ്റുമുട്ടൽ പാതയിൽ തന്നെയായിരുന്നു. അപ്പോൾ എന്താകും ഇനി അവിടുത്തെ CPIM നേതൃത്വത്തിൻ്റെ പ്രതികരണം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താ ഇവിടെ ഹമീദ് പറയുകയാണ്, സാധാരണക്കാരൻ 1 മാസത്തെ 100 രൂപ അയച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ഫീസ് ഊരി ഇരുട്ടിലാക്കും. അടച്ചാലും പുനഃസ്ഥാപിക്കാൻ കാല് പിടിക്കണം. പിന്നെ അങ്ങനെ കുടിശ്ശിക പിരിച്ചെടുക്കാൻ വലിയവൻ പുറത്ത് എന്ന് പറയുകയാണ്. ഈ പറയുന്ന പിരിച്ചെടുക്കാനുള്ള വലിയ കോർപ്പറേറ്റുകൾ കുടിശ്ശിക പിരിച്ചെടുക്കുന്നില്ല എന്ന് KCBക്കെതിരെയുള്ള കാലങ്ങളായുള്ള ആരോപണമാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയായിരുന്നു ഹമീദ്. ഉണ്ട് PM ശ്രീരാംജി, അഗസ്റ്റിൻ ചേട്ടന് പണം അനുവദിച്ച LDF അഭിവാദ്യങ്ങൾ. വാസവൻ പിണറായി വിജയൻ LDF എന്ന് പറയുകയാണ്. ചേട്ടാ അഗസ്റ്റിൻ അല്ല, ജോഷി കരുവന്നൂർ മാത്രം മതിയോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു യഥാർത്ഥ സഖാവിനെ കേൾക്കാൻ എൻകൗണ്ടറിൽ നിന്ന് ഹാഷ്മി കാണിച്ച് ബഹുമാനം നിറഞ്ഞ നിശബ്ദയ്ക്ക് നല്ല നമസ്കാരം ഉഷാസ് വിത്ത് പറയുകയാണ്. സത്യമാണ്, അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥ സഖാവ് തന്നെയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ആയകാലത്തൊക്കെ അവിടുത്തെ CPM ഗ്രാമമാണ്. CPM കെട്ടിപ്പടുക്കാൻ കഷ്ടപ്പെട്ട അധ്വാനിച്ച മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ധാർമ്മിക രോഷമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും അത് വളരെ ജെന്യൂനായിട്ടുള്ള അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കള്ളത്തരത്തിൻ്റെ അരക്കഴഞ്ചോലും ഇല്ലാത്ത വാക്കുകളാണ് നമുക്ക് കൃത്യമായി മനസ്സിലാകും. എന്തായാലും ഒരു പരിഹാരം ഉണ്ടാകുന്നല്ലോ, സന്തോഷം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന് UDF. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട UDF ഉപേക്ഷ ചർച്ചകൾ ഇന്ന് ആരംഭിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങുകയാണ് UDF. ആദ്യഘട്ടം ഉഭയകക്ഷി ചർച്ച. ആദ്യ കൂടിക്കാഴ്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെടും. പ്രാദേശിക എതിർപ്പുകളുണ്ടെങ്കിലും ആവശ്യം UDF പരിഗണിക്കാനാണ് സാധ്യത. 29-നാണ് മുസ്ലിം ലീഗുമായുള്ള ചർച്ച. ലീഗ് മൂന്നാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെട്ടാൽ ചർച്ച നീളും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് ആവശ്യപ്പെടാനാണ് ലീഗിന്റെ തീരുമാനം. എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നെങ്കിൽ 2 സീറ്റിൽ തൃപ്തരാവും. 30-ന് RSPയുമായുള്ള ചർച്ച. കൊല്ലം സീറ്റ് ഇത്തവണയും RSPക്ക് തന്നെ നൽകും. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമായും 30-ന് ചർച്ച നടത്തും. കേരള ഡെമോക്രാറ്റിക് പാർട്ടി JSS എന്നിവരുമായി 31-നാണ് ചർച്ച. ഫെബ്രുവരി 1-ന് CMB, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഈ പാർട്ടികളുമായി ജില്ലകളിലെ പ്രശ്നങ്ങളാകും ചർച്ച ചെയ്യുക. എളുപ്പത്തിൽ ചർച്ച പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും.
24 തിരുവനന്തപുരം. ബിജെപിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അയോധ്യ വിഷയത്തിൽ തരൂർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ചാഞ്ചാട്ടമുണ്ടായി. തൃശൂരിൽ ഇടതുമുന്നണി മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണെന്നും TN പ്രതാപന്റേത് പരാജയം ഉറപ്പായതിന്റെ വിലാപമാണെന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. തിരുവനന്തപുരത്തും തൃശൂരും ശക്തമായ പോരാട്ടത്തിനാണ് CPI തയ്യാറെടുക്കുന്നത്. അയോധ്യ വിഷയമടക്കം ഉയർത്തിക്കാട്ടി BJPയെയും കോൺഗ്രസിനെയും നേരിടാനാണ് തീരുമാനം. അയോധ്യയിൽ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾക്ക് ചാഞ്ചാട്ടമുണ്ടായെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിക്കുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ച ആ പള്ളിയുടെ ശ്മശാന ഭൂമിയിൽ RSSകാരുടെ മുൻകൈയിൽ ഒരു അമ്പലം കെട്ടിപ്പൊക്കുമ്പോൾ ആ കെട്ടിപ്പൊക്കലിനും ആ കൊടുംചതിക്കും വെള്ളപൂശാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ കോൺഗ്രസ് ചാഞ്ചാടി. അതാണ് ഇപ്പോൾ കാണുന്നത്. തൃശൂരിൽ TN പ്രതാപന്റേത് പരാജയം ഉറപ്പായതിന്റെ വിലാപമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തൃശൂരിൽ സ്ത്രീകൾക്ക് വേണ്ടി കരഞ്ഞ മോദി മണിപ്പൂരിൽ നഗ്നരാക്കപ്പെട്ട സ്ത്രീകളോട് മാപ്പിരക്കണമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. തൃശ്ശൂർ വന്ന് ഒരുപാട് കരഞ്ഞു. സ്ത്രീകൾ, സ്ത്രീശക്തി, നാരീശക്തി, ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞു. ആ മണിപ്പൂരിൽ പോയിട്ട് നഗ്നരാക്കപ്പെട്ട് നടന്നു പോകേണ്ടി വന്ന ആ സ്ത്രീകളോട് മാപ്പിരക്കണം മോദി. 4 സീറ്റുകളിൽ ഉൾപ്പെടെ 20 മണ്ഡലങ്ങളിലും CPI തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു. വിജയം സുനിശ്ചിതമെന്നും ബിനോയ് വിശ്വം 24നോട് പറഞ്ഞു. ടോബി ജോൺസൺ, 24, കോട്ടയം. സന്തോഷ് പ്രഭാകരൻ ചോദിക്കുന്നുണ്ട്, കരുവന്നൂർ ബാങ്ക് ജോഷിച്ചേട്ടന് മാത്രം പൈസ ഉള്ളൂ, ബാക്കി ജനത്തിന്റെ പൈസ എപ്പോൾ കൊടുക്കും? ഞാനും കരുവന്നൂർ ദേശക്കാരനാണെന്ന് സന്തോഷ് പ്രഭാകരൻ. ചേട്ടാ, സന്തോഷ് ചേട്ടന് അവിടെ നിക്ഷേപമുള്ളതാണ്. നിക്ഷേപിക്കുന്ന ഓരോ ആളുടെയും അണാ പൈസ, ചില്ലി പൈസ തിരിച്ചു കൊടുക്കണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് തിരിച്ചു കൊടുത്തേ മതിയാവും. കാര്യം അവർ കഷ്ടപ്പെട്ട പണമാണ്, ജോഷി ചേട്ടനെ പോലെ ഓരോരുത്തരും. സമയം 1 മണി കഴിഞ്ഞ് 48:57 ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ വാർത്തയോടും അല്ലാതെയും രാഷ്ട്രീയമായും അല്ലാതെയൊക്കെ പ്രതികരണങ്ങൾ ഇടുന്നുണ്ട്. സന്തോഷം. ഓക്കെ, വീണനായർ പറഞ്ഞു, റോഡ് അപകടങ്ങളുടെ പട്ടികയിൽ കേരളം 3ാം സ്ഥാനത്തെത്തി. ഈ വിഷയം ഗൗരവത്തിലെടുത്തൊരു ഡിബേറ്റ് നടത്തിക്കൂടെ സാർ എന്ന് ചോദിക്കുകയാണ്. ഗൗരവമുള്ള വിഷയമാണ്, ചർച്ചയ്ക്ക് എടുക്കേണ്ടതാണ്. നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. മന്ത്രി പണം കൊടുക്കണം എന്ന് പറഞ്ഞ പണം ജനങ്ങളുടെയാണോ അതോ പറ്റിച്ചവരുടെ കയ്യിൽ നിന്നാണോ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. കുറേയധികം പ്രേക്ഷകർ അതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളി. കോൺഗ്രസുമായി സഖ്യമില്ലെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിനിടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളി. കുച്ച്ബിഹാറിൽ രാഹുലിന് വലിയ വരവേൽപ്പ് കിട്ടി. മമതാ ബാനർജിയുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തിയേക്കും. രാഹുലിനെതിരായ കേസ് അസം പോലീസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച ഭാരത് ജോഡോ ന്യായ് യാത്ര വടക്ക് കിഴക്കിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ബംഗാളിലേക്ക് പ്രവേശിച്ചു. അസമിലെ ദുബ്രിയിലെ ഗോളഗഞ്ചിൽ നിന്നും രാവിലെ 9 ആരംഭിച്ച യാത്ര 10 മണിയോടെ ബംഗാളിലേക്ക് കടന്നു. കൂച്ച് ബിഹാറിലെ ബക്സീർഘട്ടിൽ വലിയ ജനപങ്കാളിത്തത്തിൽ നടന്ന ചടങ്ങിൽ ബംഗാൾ PCC അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരി പതാക ഏറ്റുവാങ്ങി. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, CPM എന്നീ പാർട്ടികളെ യാത്രയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും തൃണമൂൽ പങ്കെടുക്കാനിടയില്ല. അടുത്ത 2 ദിവസം യാത്രയ്ക്ക് അവധിയാണ്. ആ സമയം മമതയുമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ചർച്ച നടത്താൻ നീക്കങ്ങൾ ആരംഭിച്ചു. യാത്രയ്ക്കിടെ അസമിലുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, കനയ്യകുമാർ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് അസം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുലിനെ അറസ്റ്റ് ചെയ്യുമെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 24, ഡൽഹി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നതിനിടെ ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. മമതാ ബാനർജിക്കെതിരെ കടുത്ത വിമർശനവുമായി CPIM രംഗത്തെത്തി. മമതയുമായും ആം ആദ്മിയുമായും അനുനയ ചർച്ചകൾക്കായി കോൺഗ്രസ് നീക്കങ്ങൾ തുടങ്ങി. എല്ലാ പാർട്ടികൾക്കും സ്വന്തം തീരുമാനമെടുക്കാം എന്നായിരുന്നു CPIM സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. ഫെബ്രുവരി ആദ്യവാരം മുതൽ സ്ഥാനാർത്ഥികളെ പ്രാദേശികമായി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഇന്ത്യ മുന്നണിയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ബംഗാളിലും പഞ്ചാബിലും സഖ്യമില്ലെന്ന് തൃണമൂലും ആം ആദ്മി പാർട്ടിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർട്ടികൾക്ക് സ്വന്തം തീരുമാനമെടുക്കാമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. BJPയുടെയും RSSന്റെയും നിർദ്ദേശമനുസരിച്ചാണ് മമതാ ബാനർജി കോൺഗ്രസിനെ പിളർത്തി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചതെന്ന കടുത്ത പരാമർശവുമായി CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം രംഗത്ത് വന്നു. नीतीश कुमार बहुत पहले ही कहा था कि बेपेदी लोटा की तरह वो बेपेदी औरत है,
इसलिए माहौल देखकर, हवा देखकर वो समझती हैं और अभी वो शुरू से ही एनडीए के साथ ज़्यादा रहना पसंद करती हैं। कभी कभी कांग्रेस के साथ आती हैं, कभी कभी अकेले चलने की कोशिश करती हैं। ശിവസേന, സമാജ്വാദി പാർട്ടി എന്നിവരുമായി സീറ്റ് വിഭജന ചർച്ചകളിൽ ഇതുവരെ സമവായമായിട്ടില്ല. കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന നൽകിയതിന് പിന്നാലെ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ച് നിതീഷ് കുമാർ രംഗത്ത് വന്നതിൽ സഖ്യകക്ഷികൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. സംസ്ഥാന ഘടകങ്ങളെ മറികടന്ന് മമതയുമായും ആം ആദ്മിയുമായും ചർച്ച നടത്താനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. 24 ഡൽഹി. എന്താ വസന്തകുമാരി കെ പറയുന്നു, ഫ്ലവേഴ്സ് ഒരു കൂടി സൂപ്പർ എപ്പിസോഡ് എന്ന് പറയുന്നു. ലില്ലി ചോളി പറയുന്നു, ജോഷിയെ പോലെ ഇച്ഛാശക്തിയുള്ളവർ, SKN പോലെ മനുഷ്യത്വമുള്ളവർ ഒന്നിച്ചപ്പോൾ ജീവിത വിജയം, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ഒരു കോടി പോലുള്ള പരിപാടി അല്ലെങ്കിൽ നമ്മുടെ വാർത്ത ഒക്കെ വെറും ഒരു പരിപാടിയോ ഒരു വാർത്ത കേവലം വാർത്തയോ മാത്രമല്ല, അത് ഇത്തരം മനുഷ്യർക്ക് വേണ്ടി ഇടപെടലാണ്. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാകുന്നുണ്ട് കരുവന്നൂരെ ജോഷിച്ചേട്ടൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കമിട്ട് ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയാണ് പ്രധാനമന്ത്രിയുടെ വെർച്വൽ സാന്നിധ്യത്തിൽ പ്രചാരണ വീഡിയോ പുറത്തുവിട്ടത്. അയോധ്യ പ്രതിഷ്ഠയും G20യുടെ ദൃശ്യങ്ങളും ചന്ദ്രയാൻ ദൗത്യവും വീഡിയോയിലുണ്ട്. കുടുംബാധിപത്യ പാർട്ടിയെ പരാജയപ്പെടുത്താൻ യുവാക്കൾ വോട്ട് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബി.ജെ.പിയുടെ പ്രകടന പത്രികയിലേക്ക് യുവാക്കൾ നിർദ്ദേശം നൽകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അച്യുതൻ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, യുവാക്കളിൽ നിന്ന് നിർദ്ദേശം സ്വീകരിച്ചു, യുവാക്കളിൽ നടക്കം നിർദ്ദേശങ്ങൾ സ്വീകരിച്ചൊരു പ്രകടന പത്രിക, അതാണോ ബി.ജെ.പിയുടെ പ്ലാൻ? അച്യുതൻ. തീർച്ചയായിട്ടും ഹാഷ്മി, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി മാസങ്ങൾ, വിരലിലെണ്ണാവുന്ന മാസങ്ങൾ മാത്രമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഈ ഔദ്യോഗിക പ്രചരണത്തിൽ തുടക്കമിട്ടുകൊണ്ടുള്ള ഈ BJP വീഡിയോ ദൃശ്യം പുറത്തിറക്കുന്നത്. ഇന്ന് ഈ ദേശീയ വോട്ടേഴ്സ് ദിനമായിരുന്നു. അതിന്റെ ഭാഗമായി ഒരു യുവ വോട്ടർമാരെ അണിനിരത്തിയുള്ള ഒരു പരിപാടി അത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അതിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് മുൻപായിട്ടാണ് ഈ JP നദ്ദ ആ ഒരു സാന്നിധ്യത്തിൽ തന്നെ വിർച്വൽ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രിയുടെ വിർച്വൽ സാന്നിധ്യത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. ഈ ദൃശ്യങ്ങളിൽ ഈ പല വികസന പദ്ധതിയുടെ ഉദ്ഘാടനം അതുപോലെ തന്നെ ഈ G20യുടെയും ചന്ദ്രയാൻ ദൗത്യത്തിന്റെയും പ്രാണപ്രതിഷ്ഠയുടെയും ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി യുവാക്കളുടെ വോട്ടിന് വലിയ ശക്തി ഉണ്ട് എന്നായിരുന്നു പ്രതികരിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസിന് നേരെയുള്ള വിമർശനങ്ങളും ഇതിലുണ്ടായിരുന്നു. ഈ കുടുംബാധിപത്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ഭീഷണിയാണ്. കുടുംബാധിപത്യത്തെ പാർട്ടികൾ അതിന് പുറത്തുള്ള ഒരു യുവതയും വളരാൻ അനുവദിക്കുന്നില്ല. നിങ്ങളുടെ വോട്ട് ആ കുടുംബാധിപത്യ പാർട്ടിയെ പരാജയപ്പെടുത്താനാകണം എന്നുള്ള ഒരു പരോക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ആ അവസരത്തിൽ ഉപയോഗിച്ചത്. മാത്രമല്ല ഈ BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രകടന പത്രിക. ശരി, അച്യുതനാണ്. എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് അടിവെച്ചടിവെച്ച് നീങ്ങുകയാണ്. BJP അവരുടെ പ്രചരണം സിസ്റ്റമാറ്റിക്കായി തുടങ്ങുന്നു. അതിൻ്റെ ഭാഗമായാണ് പ്രകടന പത്രികയ്ക്ക് യുവാക്കൾ നിർദ്ദേശം സ്വീകരിക്കലടക്കം. മാത്രമല്ല അയോധ്യക്ക് ഉറപ്പാണ്, അതൊക്കെ അപ്രതീക്ഷിതമല്ല. അയോധ്യ അടക്കം ഉള്ള കാര്യങ്ങൾ BJPയുടെ പ്രകടന അവരുടെ പ്രൊമോ വീഡിയോ, നമ്മൾ പറയുന്ന പ്രൊമോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷാജി പൊയ്കൽ, ഹാഷ്മി, സംസ്ഥാന സമ്മേളനത്തിന് എവിടെയാണ് ഇറങ്ങേണ്ടത്? ഞാൻ കായംകുളത്തു നിന്നാണ് ട്രെയിൻ കയറുന്നത്. സൗത്തിലാണോ നോർത്തിലാണോ? ചേട്ടാ, ഒരു പ്രശ്നം, എല്ലാ ട്രെയിനും സൗത്തിൽ നിർത്താത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നോക്കി കയറണം. സൗത്തിലാണെങ്കിൽ എളുപ്പമാണ്, സൗത്തിലിറങ്ങിയാൽ വരാൻ എളുപ്പമാണ്. നോർത്തിലിറങ്ങിയാൽ ഒരു ഓട്ടോ വിളിച്ചാൽ ഒരു 50-100 രൂപ ഒക്കെ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. സൗത്തിലാണെങ്കിൽ നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അലി മണ്ണാർക്കാട്, ഹാഷ്മി ബമ്പർ എടുക്കാത്തതിനാൽ ഇന്നലെ ഹാഷ്മിക്ക് ഉറക്കം നഷ്ടമായില്ല. ബമ്പർ എടുത്തില്ല, പക്ഷേ ഇന്നലെ രാത്രി നമ്മുടെ ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടായത് കാരണം, നമ്മൾ ഇവിടെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നത് കാരണം രാത്രി ഉറക്കം ശരിയായില്ല. പിന്നെ രാവിലെ കുഞ്ഞിനെ സ്കൂളിലൊക്കെ വിടണം, അത് കാരണം രാവിലെ ഉറക്കം ശരിയായില്ല. ഇന്ന് രാത്രി പോയി കിടന്ന് സുഖമായി ഉറങ്ങാം എന്ന് വിചാരിക്കുന്നു. വേറൊരു പ്രേക്ഷകൻ പറയുകയാണ്, എന്തായിരുന്നു അത്? ഓക്കെ, എന്താ മുഹമ്മദ് അനു ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ, ഇഷ്ടമില്ലാത്ത മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണോ വായിക്കാത്തത്? അങ്ങനെയൊന്നും ഇല്ലാന്നേ, ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ എല്ലാ മെസ്സേജ് നമ്മൾ വായിക്കാറുണ്ട്. അനുവിൻ്റെ മെസ്സേജ് കാണാത്തതുകൊണ്ടാണ്. കേരള തമിഴ്നാട് അതിർത്തിയായ നീലഗിരി ഗൂഡല്ലൂരിൽ കാട്ടാന ഇറങ്ങി. നെല്ലാങ്കോട്ട ജംഗ്ഷനിലാണ് കാട്ടാന ഇറങ്ങിയത്. വാഹനങ്ങൾ തകർത്ത ആനയെ നാട്ടുകാരും പോലീസും ചേർന്ന് തുരത്തി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ വെച്ചിരുന്നു. സുർജിത്ത്, ഇത് ആന ഇറങ്ങുന്ന ഒരു മേഖലയാണോ ഇത്? ഹാഷ്മി, സ്ഥിരമായി ആന ഇറങ്ങുന്ന മേഖലയാണ് ഈ ഗൂഡല്ലൂർ നീലഗിരി പാതയാണ്. ഇത് ബത്തേരിയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ഇവിടെ നെല്ലാങ്കോട്ട എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട്. ആ ടൗണിലാണ് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പോലീസും നാട്ടുകാരും ചേർന്ന് കാട്ടാനയെ തിരികെ കാട്ടിലേക്ക് തുരത്തുന്ന അനുഭവമാണ് ഉണ്ടായത്. ഒരു ബൈക്കും പിക്കപ്പ് വാനും ആന തകർത്തിട്ടുണ്ട്. ആളുകൾക്ക് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജീവഹാനി ഉൾപ്പെടെയുള്ള സംഭവങ്ങളോ പരിക്കേൽക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് സർക്കാർ അവധിയാണ്. തൈപ്പൂയം ഉത്സവമായതിനാൽ നീലഗിരി മേഖലയിലെല്ലാം തന്നെ അവധിയാണ്. അതുകൊണ്ട് സ്കൂളുകളും കോളേജുകളും പ്രവർത്തിച്ചിരുന്നില്ല. ആളുകളുടെ തിരക്ക് കുറവായിരുന്നു. അതാണ് ഈ മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം.
ആനയെ സുഗമമായ രീതിയിൽ തന്നെ കാട്ടിലേക്ക് തുരത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് ഏപ്പത്താണ് എന്ന് പറഞ്ഞാൽ ആന സ്ഥിരമായി ഇറങ്ങുന്ന മേഖലയാണ്. അവിടെ കാട്ടാന ഇറങ്ങി ആൾക്കാർ തുരത്തി ഓടിക്കുകയും ചെയ്തു. ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുന്നു, ലക്ഷദ്വീപിലേക്ക് ഒരു ഉല്ലാസയാത്ര എന്ന പേരിൽ ഒരുപാട് പേരിൽ നിന്നും പണം വാങ്ങി തട്ടിപ്പ് നടന്ന ചില ആളുകളുണ്ട്. അവരുടെ തട്ടിപ്പ് വർഷങ്ങളായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നു. വാർത്ത ചെയ്യാമോ? നമ്മുടെ റിപ്പോർട്ടറെ ഒന്ന് വിളിക്കാമോ? ഏത് ജില്ലയാണെന്ന് എനിക്കറിയില്ല. ഡീറ്റെയിൽ കൊടുത്തുള്ള ഉറപ്പായും ചെയ്യേണ്ട വാർത്തയാണ്. അങ്ങനെ ആരും തട്ടിപ്പിന് ഇരയാൻ പാടില്ലല്ലോ. അപ്പോൾ ഓക്കെ. പവിത്ര അതിനെപ്പറ്റി പറയുന്നു, ഞാൻ നടന്നാണ് 24 സമ്മേളനത്തിന് വരുന്നത്. 235 പരം കിലോമീറ്റർ. എൻ്റെ ചേട്ടാ, അത് വേണോ? അത് ഓവറല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഇറങ്ങണം കേട്ടോ. കെ എം മാണിയുടെ ആത്മകഥ കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ. ബാർക്കോഴ വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ച് അന്തരിച്ച മുൻ ധനമന്ത്രി കെ എം മാണിയുടെ ആത്മകഥ. മുഖ്യമന്ത്രിയാകാൻ സഹായിച്ചില്ലെന്ന കാരണത്താൽ രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തെ അനാവശ്യ തിടുക്കം കാണിച്ചെന്നാണ് പരാമർശം. ബിജു രമേശിന്റെ മകളുടെ വിവാഹത്തിന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും നടത്തിപ്പുകാരായത് വേദനയുണ്ടാക്കിയെന്നും ആത്മകഥയിലുണ്ട്. ആത്മകഥ എന്ന പേരിൽ തന്നെയുള്ള പുസ്തകം മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിച്ച ബാർക്കോഴ വിവാദത്തെക്കുറിച്ച് കാര്യമായ വെളിപ്പെടുത്തലുകളുണ്ട് കെ എം മാണിയുടെ ആത്മകഥയിൽ. ആരോപണമുയർന്നപ്പോൾ അമേരിക്കയിലായിരുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉടൻ തിരിച്ചെത്തി അടിയന്തര കാര്യം പോലെ വിജിലൻസ് ത്വരിതാന്വേഷണം പ്രഖ്യാപിച്ചെന്നാണ് വിമർശനം. മുഖ്യമന്ത്രിയാകാൻ പിന്തുണയ്ക്കാതിരുന്നതാണ് ഈ തിരക്കിട്ട നീക്കത്തിന് പിന്നിലെന്നാണ് വെളിപ്പെടുത്തൽ. ഉമ്മൻചാണ്ടിയോടുള്ള വിയോജിപ്പും ആത്മകഥയിൽ പറയുന്നുണ്ട്. UDFന്റെ ഒരു നേതാവിനെ വട്ടമിട്ടാക്രമിച്ചിട്ടും ബിജു രമേശിന്റെ മകളുടെ കല്യാണത്തിൽ വീട്ടിൽ ചെന്ന് പങ്കെടുത്തു. വൈരിയുടെ വീട്ടിൽ പോയി ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും വിവാഹ നടത്തിപ്പുകാരായി. ആ സാഹചര്യം ഒഴിവാക്കാമായിരുന്നുവെന്നും പരാമർശമുണ്ട്. മുറിവേറ്റ കടുവയുടെ അമർത്തിയ മുരൾച്ചയെന്നാണ് കെ ബാബുവിനെ കുറിച്ചുള്ള പരാമർശം. ബാർ ലൈസൻസ് പുതുക്കി നൽകേണ്ട ഫയൽ താൻ കാണരുതെന്ന നിർബന്ധം കൊണ്ട് കെ ബാബു നിയമവകുപ്പിനെ മറികടന്ന് ക്യാബിനറ്റിന് മുൻപിലെത്തിച്ചെന്നാണ് ആത്മകഥയിലെ കുറ്റപ്പെടുത്തൽ. നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് പുസ്തകം പ്രകാശനം ചെയ്യും. ഷെഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. കൊല്ലം വിളക്കുടി പഞ്ചായത്തിൽ UDFന് ഭരണം നഷ്ടമായി. കോൺഗ്രസ് അംഗം ശ്രീകല LDF എന്നിവരോട് പ്രസിഡന്റായി. 20-ൽ 10 സീറ്റ് നേടിയ ശ്രീകല UDF സ്ഥാനാർത്ഥി ആശാ ബിജുവിന് വോട്ട് ചെയ്ത് 8 പേരാണ്. കോൺഗ്രസിൻ്റെ ഒരു വോട്ട് അസാധുവായി. BJP അംഗം വോട്ടിൽ നിന്ന് വിട്ടുവന്നു എന്നൊരു ബൈ ഇലക്ഷൻ വാർത്ത കൂടി വരുന്നുണ്ട്. കോൺഗ്രസിൽ ചേർന്ന കർണാടക മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടാർ BJPയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുൻപാണ് ഷട്ടാർ കോൺഗ്രസിൽ ചേർന്നത്. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് BJPയിലേക്ക് തിരിച്ചെത്തിയത്. വിവരങ്ങളുമായി ബൽറാം നിർവഹിച്ചത്. ബൽറാം, കർണാടകയിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്, ഓപ്പറേഷൻ താമരയുടെ സ്വഭാവത്തിൽ എന്നൊക്കെയുള്ള കരക്കമ്പ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഏതെങ്കിലും തരത്തിൽ അതിലേക്കുള്ള ഒരു സാധൂകരണമായോ സ്ഥിരീകരണമായോ ഒക്കെ ഷട്ടാറിനെ മടങ്ങിയവരെ കാണണോ? ഹാഷ്മി, കർണാടകയിൽ വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലെത്തിയ ശേഷവും ഇടയ്ക്കിടയ്ക്ക് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ താമര നീക്കങ്ങൾ വീണ്ടും സജീവമാകുന്നു. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സർക്കാർ താഴെ വീഴാം എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടാർ തിരിച്ചെത്തിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് എന്നാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജഗദീഷ് ഷട്ടാറിനെ പോലെ മുതിർന്ന ഒരു നേതാവ് പാർട്ടി വിട്ടു പോവുകയും കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുകയും BJPക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പിലും ഏറെ പരിക്കുണ്ടാക്കി എന്ന വിലയിരുത്തൽ BJPക്കുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിക്ക് കർണാടകയിൽ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്നുള്ളത് ഇത്തവണത്തെ ലക്ഷ്യമാണ്. കാരണം ദക്ഷിണേന്ത്യയാണ് ഇത്തവണത്തെ ലക്ഷ്യമെന്ന് BJP നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ജഗദീഷ് ഷട്ടാറിന്റെ സ്വാധീനവും നിർണായകമാകും എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാവ് യെദ്യൂരപ്പ, മകൻ വിജയേന്ദ്ര എന്നിവർക്കൊപ്പം എത്തിയാണ് ഡൽഹി BJP ആസ്ഥാനത്ത് ജഗദീഷ് ഷട്ടാർ BJP അംഗത്വത്തിലേക്ക് തിരിച്ച് വന്നിരിക്കുന്നത്. താനും BJP നേതാക്കളുമായി കഴിഞ്ഞ മാസങ്ങളിൽ നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നു എന്നാണ് അദ്ദേഹം ഈ പാർട്ടിയിൽ തിരിച്ചെത്തിയ ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.
വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ അദ്ദേഹത്തോടൊപ്പം പോയ കൂടുതൽ നേതാക്കൾ അടക്കമുള്ളവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ പരമാവധി സീറ്റുകൾ പിടിക്കാനുള്ള BJPയുടെ ലക്ഷ്യത്തിന് പ്രഖ്യാപനത്തിന് ശക്തി പകരുന്നതാണ് ജഗദീഷ് ഷെട്ടാറിൻ്റെ ഈ തിരിച്ചുവരവ്. അദ്ദേഹം സീറ്റ് നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിലാണ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയത്. അദ്ദേഹത്തോടൊപ്പമുള്ള പുറത്തുപോയ മറ്റ് ആളുകളെ കൂടി ഉൾപ്പെടുന്ന രീതിയിൽ സംഘടനാ തലത്തിലുള്ള അഴിച്ചുപണികൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹഷ്മി. ഓക്കെ, ബൽറാം നെടുങ്കഴിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ താമര എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ ഇടവേളകൾ കേൾക്കുന്നതാണ്. വല്ല കഥയുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഷെട്ടാർ തിരികെ BJPയിലേക്ക് എത്തുന്നുണ്ട്. ഇർഷാദ് പോലൂടെ പറയുകയാണ്, കോഴമാണി എന്ന് വിളിച്ച ഇന്നത്തെ ഭരണപക്ഷം ഇന്ന് ചെന്നിത്തലയ്ക്കെതിരെ സംസാരിക്കുന്നതാണ്. അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുകയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ല, സ്ഥിരം മിത്രങ്ങളുമില്ല എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ശരിവെക്കുന്നു. റോഷ്നി പറയുന്നു, സമ്മേളനത്തിൽ വരാൻ കഴിയില്ല. എല്ലാവിധ ആശംസകളും. വരാൻ കഴിയാത്തവരെയും ഓർക്കണം. ഒരു സംശയമില്ല, വരാൻ കഴിയാത്തവരെല്ലാം ഓർക്കും. അപ്പോൾ ഓക്കെ. കരടിയെ കാടുകയറ്റി വനം വകുപ്പ്. പത്തനംതിട്ട കുമ്പഴയിൽ വന്യജീവി ആക്രമണത്തിൽ വയോധികന് ഗുരുതര പരിക്ക്. പനന്തോപ്പ് സ്വദേശി ഗോപാലിനാണ് പരിക്കേറ്റത്. കരടിയുടെ ആക്രമണത്തിലാണ് പരിക്കേറ്റത് നാട്ടുകാർ ആരോപിച്ചു. അതേസമയം വയനാട്ടിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയ ആ കരടിയെ 4-ാം ദിവസം വനംവകുപ്പ് കാട്ടിലേക്ക് തുരത്തി. ഓടി 10-70 കിലോമീറ്റർ കരടി ഓടി എന്നാണ് പറയുന്നത്. രാവിലെ 7:30യോടെയാണ് കുമ്പഴയിൽ ഗോപാലിനെ വന്യജീവി ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കരടിയാണോ ആക്രമിച്ചതെന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. സംഭവ സമയം കരടിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയെ കണ്ടവരുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ധാരാളമായി കാട്ടുപന്നികളെ കണ്ടുവരുന്ന പ്രദേശമാണ് പനന്തോപ്പ്. കരടിയെ കണ്ടെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ പരിശോധന തുടരുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. അതേസമയം വയനാട്ടിൽ കരടിയെ 4-ാം ദിവസം കാടുകയറ്റാനായി. ഇന്നലെ രാത്രി 9:30യോടെ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നെയ്ക്കുപ്പ പാലത്തിലാണ് കരടിയെ കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പിന്നീട് ചെഞ്ചടി ഭാഗത്തെ തോട്ടത്തിലൂടെ കരടിയെ കാട്ടിലേക്ക് കയറ്റിവിടുകയായിരുന്നു. ഇതിനകം 70 കിലോമീറ്ററോളം ദൂരമാണ് കരടി സഞ്ചരിച്ചത്. മാനന്തവാടി നഗരസഭ, എടവക, വെള്ളമുണ്ട, പനമരം പഞ്ചായത്തുകളിലെ ജനവാസ മേഖലയിൽ കരടിയെത്തി. ചില വീടുകളിൽ കരടി കയറിയെങ്കിലും ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാതിരുന്നതിന്റെ ആശ്വാസത്തിലാണ് വനംവകുപ്പ്. 24 വയനാട്, പത്തനംതിട്ട. അപ്പോൾ എന്തായാലും 10-70 കിലോമീറ്റർ ഓടിയാണെങ്കിലും കാണാമറത്തെ കാട്ടിലേക്ക് കരടി കയറിപ്പോയതിൽ ആശ്വാസം ചെറുതല്ല. തിരിച്ചറിഞ്ഞ് വരാതിരിക്കട്ടെ. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അഫ്രൈം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയോട് ഇന്ത്യ സന്ദർശനം ആരംഭിച്ചു. രാവിലെ ബംഗളൂരു കെമ്പഗൌഡ വിമാനത്താവളത്തിലെത്തിയ പാത്രിയാർക്കീസ് ബാവയെ യാക്കോബായ സഭ മലങ്കര മെത്രാപ്പൊലീത്ത മാർ ഗ്രിഗോറിയോസ് ജോസഫിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ബംഗളൂരു, മൈസൂരു എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികൾക്ക് ശേഷം ഫെബ്രുവരി 1-നാണ് പാത്രിയാർക്കീസ് ബാവ കേരളത്തിലേക്ക് എത്തുക. ഫെബ്രുവരി 4-ന് പുത്തൻകുരിശ് സഭാസ്ഥാനത്ത് ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി സമാപന ആഘോഷത്തിലും പാത്രിയാർക്കീസ് ബാവ പങ്കെടുക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് കരുതുകയാണ്. സമയം 2:07 ലൈജു കുര്യൻ പറയുന്നു, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയമാണ്. ഓൾ ഇന്ത്യ തലത്തിലുള്ള കോളേജുകളിൽ ധാരാളം അവസരങ്ങളുണ്ട്. അതിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ വാർത്ത എന്ന ഹെഡിങ്ങിൽ ആഴ്ചയിൽ ഒരു ദിവസം തുടങ്ങുന്ന നല്ലതായിരിക്കും ലൈജു പറയുകയാണ്. അത് നമ്മുടെ ഇന്നറിയാം എന്നുള്ള നമ്മുടെ രാവിലത്തേക്കുള്ള ഒരു പങ്ക്തിയുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്താറുള്ളതാണ്. കൂടുതൽ ഉൾപ്പെടുത്താവുന്നതുമാണ് കേട്ടോ. അബ്ബാസ് സെറ്റപ്പൽ ആഷ്മി നല്ല മട്ടൻ ബിരിയാണി ഉണ്ട് വരുന്നു ദുബായിൽ നിന്ന്. അബ്ബാസ്, ദുബായ് ഒരു മട്ടൻ ബിരിയാണി കഴിക്കാൻ വരാൻ പറ്റുമോ കേട്ടോ? എന്നാണ് ഈ ഷട്ടാറിനെ പോലുള്ളവർ എന്തിനാണ് കോൺഗ്രസിൽ എടുക്കുന്നതെന്ന് മുഹമ്മദ് കുട്ടി ചോദിക്കുന്നത്. പക്ഷേ അന്ന് ഷട്ടാർ അവിടെ വന്ന് വിപ്ലവകരമായ തീരുമാനമായിരുന്നു, കോൺഗ്രസിന് ഒരുപാട് നേട്ടം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതാണ്. ഷട്ടാർ വലിയ അടിത്തട്ടിൽ ജനകീയ ബന്ധമുള്ള നേതാവാണ് എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അംഗൻവാടി ജീവനക്കാരുടെ വേതനം കേന്ദ്രം കൂട്ടിയോ ഇല്ല, ഒന്ന് പരിശോധിച്ച് പറയാം കേട്ടോ. കൂട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഇടുക്കിയിൽ ഓക്കെ, ഹാഷ്മി ഇന്ന് ഗവർണർ ചെയ്തതിനെ പറ്റി ഹാഷ്മിയുടെ അഭിപ്രായം എന്താണെന്ന് ശ്രീ എന്ന പ്രേക്ഷകൻ ചോദിക്കുകയാണ്. ഞാൻ അഭിപ്രായം പറയേണ്ട ഒന്നല്ല, എങ്കിൽ കൂടിയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമസഭ എന്നുള്ളത് ബഹുമാനിക്കപ്പെടേണ്ട ഒരിടമാണ്. അവിടെ ചട്ടങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്ന് പറയുന്നത് പോലെ ഡെക്കോറം, രാഷ്ട്രീയാതീതമായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഒരു ഡെക്കോറം എന്നൊന്നുണ്ട്. അതിനൊക്കെ ചേർന്നതായിരുന്നു ഒന്ന് ഗവർണർ തന്നെ ആലോചിക്കേണ്ടതല്ലേ. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അയോധ്യ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അസമിൽ വർഗീയ കലാപം നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. രാഹുലിൻ്റെ അഹങ്കാരത്തിന് ലോക്സഭയിൽ ജനം മറുപടി നൽകുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഭാരത് ജോഡോ ന്യായ യാത്രയുടെ റൂട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട് അസം കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപൻ കുമാർ ബോറയ്ക്ക് പോലീസ് നോട്ടീസ് അയച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ മാറ്റിയിരുന്നു. ബൽറാം, അപ്പോൾ എന്തായാലും അസം വിട്ട നേരത്തെ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞതാണ്,
അസം വിട്ടാൽ വേണേൽ തിരിച്ചു വിളിച്ച് അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള പ്രകോപനം നടത്താണ് ഹിമന്ത. അത് സീരിയസ് ആയി പറഞ്ഞതാണ്. ആ യാത്രയെ വളരെ ഗൗരവത്തിൽ തന്നെ പിന്നിൽ തന്നെയുണ്ട് അസം സർക്കാരും ഹിമന്തയും. ബൽറാം. തീർച്ചയായും ഹാഷ്മി, ഈ ഹിമന്ത ബിശ്വ ശർമ്മയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാക്പോര് അത് ഭാരത് ജോഡോ ന്യായ യാത്ര സംസ്ഥാനത്തേക്ക് കടന്ന ഘട്ടം മുതൽ തുടങ്ങിയതാണ്. നേരത്തെ തന്നെ ഇരുവരും തമ്മിൽ കടുത്ത ശത്രുത രാഷ്ട്രീയമായി പ്രകടവുമാണ്. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരെ പ്രധാനമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് അസം പോലീസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിനുള്ള കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വിശദീകരിക്കുന്നത്. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നു എന്ന കടുത്ത ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ സമയത്ത് അസമിൽ കലാപമുണ്ടാക്കാനായിരുന്നു ഗൂഢാലോചന നടത്തിയത് എന്നും ഈ ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നുപോയതിന് പിന്നാലെ ഈ പ്രദേശങ്ങളിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇത് എന്നാൽ BJP പ്രവർത്തകരും ജനങ്ങളും രാമഭക്തരും സംയമനത്തോടെ നേരിട്ടത് കൊണ്ടാണ് അത്തരത്തിൽ കലാപം ഒഴിവായത് എന്നും രാഹുൽ ഗാന്ധിയുടെ അഹങ്കാരത്തിന് അസമിലെ ജനങ്ങൾ മറുപടി നൽകും. കൂടാതെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളായിരിക്കും ഇത്തവണ ലോക്സഭയിൽ കോൺഗ്രസിന് ലഭിക്കുക എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഭാരത് ജോഡോ ന്യായ യാത്ര അസമിലേക്ക് കടന്ന അന്ന് റൂട്ട് മാറിയതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സംസ്ഥാനത്തെ സംഘാടകൻ എന്ന നിലയിൽ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേൻ കുമാർ ബോറ, കൂടാതെ രാഹുൽ ഗാന്ധിയുടെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ബൈജു ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ് എടുത്തിരുന്നത്. ഈ കേസിൽ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേൻ കുമാർ ബോറയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അസമിലെ ജോർഹട്ട് പോലീസ്. ഈ മാസം 31-ന് ചോദ്യം ചെയ്യലിനായി ഹാജരാകണം എന്നാവശ്യപ്പെട്ടാണ് ഈ നോട്ടീസ്. അതായത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നടപടികളിലേക്ക് കൂടി അസം പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഹാഷ്മി. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ്. എന്ന് പറഞ്ഞാൽ അസമിൽ കയറിയപ്പോൾ മുതൽ തന്നെ പല പ്രശ്നങ്ങൾ, ജോർഗഡ് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അതിർത്തിയിൽ തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. പിന്നെ തല്ല് കണ്ടു, അവിടുത്തെ PCC അധ്യക്ഷനെ മൂക്കൂട്ടി ചോര വരുന്നത് കണ്ടു. അതിനെ തുടർന്ന് ഇപ്പോൾ കേസെടുക്കലടക്കം വാക്തർക്കമടക്കം വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ് ഹിമന്തയും രാഹുലും നേർക്കുനേർ. BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷാവിധി ഈ മാസം 30-ന്. കേസിൽ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പേരും കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയതാണ്. ഇന്ന് 15 പ്രതികളെയും നേരിട്ട് കേട്ട ശേഷമാണ് മാവേലിക്കര അഡീഷണൽ കോടതി ശിക്ഷാ തീയതി പ്രഖ്യാപിച്ചത്. ശിക്ഷയെക്കുറിച്ച് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി രേഖപ്പെടുത്തി. കൊലപാതക കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടെന്ന് 5-ാം പ്രതിയും ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന് 6-ാം പ്രതിയും കോടതിയോട് അഭ്യർത്ഥിച്ചു. പ്രതികളുടെ സാമൂഹിക പശ്ചാത്തലം, ജയിലിലെ പെരുമാറ്റം, മാനസികാരോഗ്യ റിപ്പോർട്ട് എന്നിവ കോടതി പരിഗണിച്ചു. പ്രതികൾക്ക് മനപരിവർത്തനത്തിനുള്ള അവസരം കൊടുക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയും അമ്മയും മക്കളും കോടതിയിലെത്തിയിരുന്നു. 2021 ഡിസംബർ 19-നാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത്. കേസിൽ 90 ദിവസം കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കുകയും 9 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കുകയും ചെയ്തു. ഷാൻ കൊലക്കേസിൽ ഇപ്പോഴും വിചാരണ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയാണ് പ്രോസിക്യൂട്ടറെ നിയമിച്ചത്. കേസ് ആലപ്പുഴ സെഷൻസ് കോടതി അടുത്ത മാസം 2-ന് പരിഗണിക്കും. 24 ആലപ്പുഴ. വിരമിക്കൽ പ്രഖ്യാപന വാർത്തകൾ നിഷേധിച്ച് ബോക്സിംഗ് താരം മേരി കോം താൻ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ഒളിമ്പിക്സിലെ പ്രായപരിധി കാരണം മത്സരങ്ങളിൽ ഇനി പങ്കെടുക്കാൻ കഴിയില്ലെന്ന വാക്കുകളെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും മേരി കോം വിശദീകരിച്ചു. ഇന്നലെയാണ് മേരി കോം വിരമിക്കൽ പ്രഖ്യാപിച്ചതായുള്ള വാർത്തകൾ പ്രചരിച്ചത്. ഇന്നലെ ദിബ്രുഗഡിൽ നടന്ന ഒരു സ്കൂൾ പരിപാടിയിലായിരുന്നു ഒളിമ്പിക്സിലെ പ്രായപരിധി തന്നെ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ലെന്ന മേരി കോമിന്റെ പരാമർശമുണ്ടായത്. ഇതോടെയാണ് മേരി കോം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയെന്ന വാർത്തകൾ പ്രചരിക്കുന്നത്. വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് ബോക്സിംഗ് താരം മേരി കോം തന്നെ രംഗത്തെത്തി. വിരമിക്കൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരും. വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും മേരി കോം പ്രതികരിച്ചു. ഒളിമ്പിക്സിലെ പ്രായപരിധി കാരണം മത്സരങ്ങൾക്ക് തനിക്ക് പങ്കെടുക്കാൻ ഇനി കഴിയില്ലെന്ന വാക്കുകളെയാണ് തെറ്റായി വ്യാഖ്യാനിച്ചത്. താൻ ഇപ്പോഴും പരിശീലനം നടത്തുന്നയാളാണ്. തന്റെ കരിയർ അവസാനിക്കാൻ 3-4 വർഷം കൂടി ബാക്കിയുണ്ടെന്നും മേരി കോം വ്യക്തമാക്കി. ദേശീയ മാധ്യമങ്ങളടക്കം മേരി കോം വിരമിക്കുന്നതായുള്ള വാർത്തകൾ നൽകിയിരുന്നു. 2021 ടോക്കിയോയിൽ നടന്ന മേരി കോമിന്റെ അവസാന ഒളിമ്പിക്സ് മത്സരത്തിന് ശേഷവും വിരമിക്കലുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. 24 ഡൽഹി. രാജ്യത്തിന്റെ അഭിമാനമാണ് മേരി കോം. അപ്പോൾ പ്രായപരിധി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും സജീവമായ കായിക മേഖലയിൽ തന്നെ നിൽക്കട്ടെ മേരി കോം. അങ്ങനെ പെട്ടെന്ന് വിരമിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല.
വസന്തകുമാരി പറയുന്നു, കരടിയെ ഓടിച്ച് കാട് കയറ്റി വിട്ടു, ഇന്ന് ആനയും കൊണ്ട് സുർജിത്ത്. വന്യജീവി ആക്രമണം എന്തു ചെയ്യാനാവുമില്ലേ എന്ന് ചോദിക്കുകയാണ്. സത്യമാണ്, ഇത് ആ മേഖലയിലെ വനം വന്യജീവി മേഖലയിൽ ഏറ്റുമുട്ടൽ വളരെ സജീവമായി കൂടുതൽ രൂക്ഷമായി വരുന്ന കാഴ്ചയാണ്. എപ്പോഴും പറയാറുള്ളതാണ്, എന്താണ് യഥാർത്ഥ കാരണം എന്നതിൽ അക്കാദമിയെ പഠിച്ചൊരു പരിഹാരത്തിലേക്കൊക്കെ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതാണ്ടില്ല എന്ന് തന്നെയാണ് കേട്ടോ മറുപടി. ഷാഹുൽ ഹമീദ് പറയുന്നു, കല്യാണം മുടക്കുന്നവരെക്കുറിച്ച് 2 വാക്ക് പറയൂ. ഷാഹുൽ ഹമീദിന് എന്തോ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കല്യാണം മുടക്കുന്നവരെ പറ്റി 2 വാക്ക് പറയാൻ പറഞ്ഞാൽ സാമദ്രോഹികൾ എന്ന വാക്കല്ലേ അവർക്ക് ചേരുക. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് രൂപീകൃതമായ സാമുദായിക സൗഹൃദ കൂട്ടായ്മയായ മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ ഹാർമണിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. മിഷ് ചെയർമാൻ PV ചന്ദ്രൻ അധ്യക്ഷനാകും. അബ്ദുസമദ് സമദാനി MP മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻമാരായ MP അഹമ്മദ്, ഡോക്ടർ K മൊയ്തു തുടങ്ങിയവരും പങ്കെടുത്തു. അപ്പോൾ അങ്ങനെ സാഹോദര്യത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മകൾ നമുക്ക് നേരത്തെ വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ ഇക്കാലത്ത് അത് എത്ര ചെറിയ കൂട്ടായ്മയാണെങ്കിലും കാര്യമുള്ളൊരു കാലമാണ്. അപ്പോൾ ആ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയുമാണ്. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ED നിലപാട് തേടി. കേസ് ഈ മാസം 30 വീണ്ടും പരിഗണിക്കും. ശ്രീകാന്ത്, ഇന്ന് ഹൈറിച്ചുമായി ബന്ധപ്പെട്ട കോടതിയിലുണ്ടായത് എന്താണ്? ഹൈറിച്ച് കേസിലെ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെയാണ് സമർപ്പിച്ചത്. ഇത് ഇന്ന് കോടതി പരിഗണനയ്ക്കെടുത്തു. പ്രതാപൻ, അതോടൊപ്പം തന്നെ ഉടമയായ പ്രതാപനും പ്രതാപന്റെ ഭാര്യയുമാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിന് തൊട്ടു പിന്നാലെയാണ് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. കോടതി ഇന്ന് ഈ കേസ് പരിഗണനയ്ക്കെടുത്തു. ശേഷം ഇതിൽ EDയുടെ നിലപാട് അറിയുന്നതിന് വേണ്ടി അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 30-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. ആ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ നിലപാട് അറിയിക്കണം. അതിശക്തമായി മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് ED ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 2300 കോടിയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും 126 കോടിയുടെ GST തട്ടിപ്പ് നടന്നു എന്നുള്ളതുമാണ് ഹൈറിച്ചിനെതിരായ ആരോപണം. അവിടെ EDയുടെ റെയ്ഡ് നടക്കുന്നത് ചോർന്നതിനെ തുടർന്ന് പ്രതാപനും ഭാര്യയും മുങ്ങിയിരുന്നു. പിന്നീട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഓക്കെ, ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ. അപ്പോൾ ഹൈറിച്ച് അത് കേരളം ഇതുവരെ കണ്ട തട്ടിപ്പുകൾ പ്രധാനപ്പെട്ട വലിയൊരു തട്ടിപ്പാണെന്നൊക്കെ പോലീസ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അത് കോടതികളിലൂടെയും അന്വേഷണ വഴിയിലൊക്കെ കുറച്ചുകൂടി വലിയ വ്യാപ്തിയിലേക്ക് വരുന്നു. മൊത്തം പുറത്ത് വരട്ടെ, മഞ്ഞുമലയുടെ അറ്റമല്ല, മഞ്ഞുമല മൊത്തത്തിൽ പുറത്തേക്ക് വരട്ടെ എന്ന് പറയുകയാണ്. അതായത് ഇവിടെ ദേവൂട്ടി പറയുകയാണ്, സാമദ്രോഹികളോ അടിപൊളി. എന്നാൽ കല്യാണ മുടക്കളെ പറ്റി പറഞ്ഞാൽ ദേവൂട്ടിക്ക് ഇഷ്ടപ്പെട്ടു. കല്യാണ മുടക്കൾ ഇപ്പോഴും കാര്യമായ ശല്യം ഗ്രാമാന്തരങ്ങളിൽ നഗരാന്തരങ്ങളിൽ നടത്തുന്നുണ്ട് എന്നതാണോ ഈ സന്തോഷത്തിൻ്റെ അർത്ഥം? സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായി കൊച്ചി ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മറൈൻ ഡ്രൈവ് വാക്ക് വേ ശുചീകരിച്ചു. പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് ആദായ നികുതി വകുപ്പ് പദ്ധതി നടപ്പാക്കിയത്. ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് ദേവ് ജ്യോതിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ ക്യാമ്പയിൻ. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. പൊതുയിടങ്ങൾ ശുചിയായി സൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. അഞ്ജന പറയുന്നു, ആഷ്മി ബ്രോ, എനിക്ക് സംസ്ഥാന സമ്മേളനത്തിന് വരാൻ കഴിയില്ല. എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേരുന്നു. താങ്ക് യു അഞ്ജന. ഓക്കെ, ജബ്ബാർ പറയുന്നു, കഴിഞ്ഞ 80 ദിവസത്തിലേറെയായി കേരള വാട്ടർ അതോറിറ്റിയിലെ വയോധികരായ പെൻഷൻകാർ വെള്ളയമ്പലം ജലഭവന് മുന്നിൽ പെൻഷൻ പരിഷ്കരണത്തിനായി അനിശ്ചിതകാല സമരത്തിലാണ്. സമരം തീർക്കാൻ 24 മുൻകൈ എടുക്കുമെന്ന് ചോദിക്കുകയാണ്. ജബ്ബാർക്ക് മൊത്തത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നലെ അവിടെ ക്ഷേമ പെൻഷൻ കിട്ടാതെ മനുഷ്യർ മരിക്കുന്നു ഒക്കെയുള്ള വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. മൊത്തത്തിൽ പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു മേഖല മാത്രം പരിഹരിച്ചാൽ എവിടെ എത്തുമോ? കരിപ്പൂർ വിമാനത്താവളം വഴി ചെരുപ്പിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ സ്വർണം പോലീസ് പിടികൂടി. കോഴിക്കോട് നരിക്കുനി സ്വദേശി മുഹമ്മദ് അനസിനെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റംസിനെ വെട്ടിച്ചു കടത്തി 25 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് പോലീസ് പിടികൂടിയത്. സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, ഈ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെ വലിയ സ്വർണ്ണവേട്ടയുടെ സ്വർണം പിടിച്ചതിൻ്റെ വലിയ വാർത്തകൾ വന്നിരുന്നില്ല. വീണ്ടും തുടങ്ങി ഇടവേളയ്ക്ക് ശേഷം. ഹഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇത്തവണ വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് സ്വർണ്ണക്കടത്ത് സംഘം സ്വീകരിച്ചിരിക്കുന്നത്. ഈ കോഴിക്കോട് നരിക്കുനി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അനസ് എന്ന് പറയുന്ന യാത്രക്കാരൻ ദുബൈയിൽ നിന്നാണ് കരിപ്പൂരിലെത്തുന്നത്. കരിപ്പൂരിൽ കസ്റ്റംസിന്റെ വിവിധ പരിശോധനകളെ മറികടന്ന് അദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തെത്തിയപ്പോഴാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. ഇയാളെ പിടികൂടി ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും കയ്യിൽ സ്വർണ്ണമില്ല എന്നുള്ളതായിരുന്നു ഇയാളുടെ വാദം. പിന്നീട് പോലീസ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ സ്വർണം മിശ്രിത രൂപത്തിലാക്കി അത് ചെരുപ്പിനകത്ത് ഒട്ടിച്ചു വെച്ച് ചെരുപ്പ് പിന്നീട് ധരിച്ചാണ് ഇയാൾ എത്തിയത്
എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ 446 ഗ്രാം സ്വർണ്ണമാണ് ഇയാളിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 25 ലക്ഷത്തിലധികം രൂപയുടെ മൂല്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കസ്റ്റംസിന്റെ വിവിധ പരിശോധനകളെ മറികടന്ന് വിമാനത്താവളത്തിന് പുറത്തെത്തിയ യാത്രക്കാരിൽ നിന്ന് സ്വർണം പിടികൂടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ പോലീസ് പിടികൂടുന്ന 7ാമത്തെ സ്വർണ്ണക്കടത്ത് കേസാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് തുടരന്വേഷണത്തിന് വിശദമായ റിപ്പോർട്ട് കസ്റ്റംസിനും അതോടൊപ്പം തന്നെ പിടികൂടിയ സ്വർണം കോടതിയിലും സമർപ്പിക്കുമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. ഹാഷ്മി, സമീർ ബിൻ കരീമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇതാ ഇവിടെ ഇന്ദുലേഖ പറയുന്നു, ഹാഷ്മി ബ്രോ ഇന്ന് മക്കളുടെ സ്കൂൾ നേരത്തെ വിട്ടു, അവരോട് ഹായ് പറയൂ. ഇഷാൻ ഇഹാൻ ഔന. ഹായ് ഇഷാൻ ഇഹാൻ ഔന. മണൽ വാരാൻ പാറപ്പടി മാഫിയ സമ്മതിക്കില്ലെന്ന് ഏലിയാസ് മുതുക്കാട്ടിൽ പറയുന്നു. അങ്ങനെയുണ്ടോ? എന്നാൽ നമ്മുടെ നദികളിൽ മണൽ വാരിയിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. അപ്പോൾ മണൽ വാരാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഉടക്കിടുവോ? ധന്യ പറയുന്നു, മറിയക്കുട്ടിയുടെ വീട് പണിയുടെ തറക്കല്ലിടൽ നാളെയാണെന്ന് പറയുന്നു. എനിക്ക് പറഞ്ഞാൽ അതിന് മുകളിൽ 1-2 മെസ്സേജ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? മറിയക്കുട്ടി കെ സുധാരൻ മറിയക്കുട്ടിക്ക് KPC ഉണ്ടാക്കി കൊടുത്ത വീടിൻ്റെ പാലുകാച്ചൽ കഴിഞ്ഞോ എന്ന് ദാറുൽ കലാം എന്ന പ്രേക്ഷകൻ. ശശീന്ദ്രൻ ദോഹ, ആഷ്മി മറിയക്കുട്ടിക്കായി സുധാകരൻ വാഗ്ദാനം ചെയ്ത വീടെന്താ, എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്ന മെസ്സേജിന് മറുപടിയാണ് ധന്യ ഇട്ടേക്കുന്നത് അവിടെ. ഓക്കെ, ബമ്പറടിച്ച ആളെ കിട്ടിയോ എന്ന് ഔഷ ചോദിക്കുന്നു. ബമ്പറടിച്ച ആളെ തിരക്കാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വാർത്ത. കോൺഗ്രസ് എസ് വനിതാ നേതാവ് ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മെല്ലപ്പോക്ക് തുടർന്ന് ചേരാനെല്ലൂർ പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രമ്യ ഷിയാസിനെ പിടികൂടിയില്ല. CAക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം. വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് 40 പേരിൽ നിന്ന് 85 ലക്ഷം രൂപയാണ് കോൺഗ്രസ് എസ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രമ്യ ഷിയാസ് തട്ടിയെടുത്തത്. തട്ടിപ്പ് തിരിച്ചറിഞ്ഞവർ ചേരാനെല്ലൂർ സ്റ്റേഷനിൽ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. ചേരാനെല്ലൂർ CI ആണ് രമ്യ ഷിയാസിനെ സംരക്ഷിക്കുന്നതെന്നാണ് തട്ടിപ്പിനിരയായവരുടെ പരാതി. രമ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിട്ടും പോലീസ് ചെറുവിരലനക്കിയില്ല. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആവശ്യപ്പെട്ടിട്ടും അറസ്റ്റ് ചെയ്യാത്തത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്നാണ് ആരോപണം. രമ്യ ഷിയാസിനെതിരെ പരാതിയുമായി സ്റ്റേഷനിലെത്തിയവരെ ഗുണ്ടകൾ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതിയിലും അന്വേഷണം നടത്തുന്നില്ലെന്നും ആരോപണമുണ്ട്. പ്രതിയെ സംരക്ഷിക്കുന്ന CIയുടെ നിലപാടിനെതിരെ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാനാണ് പരാതിക്കാരുടെ തീരുമാനം. S ശ്യാംകുമാർ, 24 കൊച്ചി. വെണ്ടാർ തൈപ്പൂയത്തിനായി കൊട്ടാരക്കര വെണ്ടാർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി. പീലിക്കാവടികൾക്ക് പുറമെ വേൽക്കാവടി, അഗ്നിക്കാവടി, സ്വർണ്ണക്കാവടി ഇവയെല്ലാം വെണ്ടാർ കാവടിയാട്ട ഉത്സവത്തിൻ്റെ പ്രത്യേകതകളാണ്. ചൂരലുകൾ വളച്ച് പട്ടുപുതച്ച് 3 ഘട്ടങ്ങളിലായാണ് കാവടികളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തൈപ്പൂയ ദിനത്തിലാണ് ക്ഷേത്രത്തിൽ കാവടി ഘോഷയാത്ര നടക്കുക. ദേവൻ, ഹാഷ്മി, സമ്മേളനത്തിലേക്ക് പ്രവേശനം എപ്പോഴാണ് തുടങ്ങുക? 12-12:30 ആകുമ്പോൾ തുടങ്ങാന്നേ. നമുക്ക് പയ്യെ അങ്ങ് തുടങ്ങാം. 2 മണിയാണെങ്കിലും 12 മണിവരെ പ്രേക്ഷകർക്ക് എത്തിച്ചേരും. ഇൻഡോർ സ്റ്റേഡിയമാണ്. അവിടെ ഒരു സമാധാനമായി ശാന്തമായിട്ടൊക്കെ ഇരിക്കാം. പ്രശ്നങ്ങളൊന്നുമില്ല. കുറ്റക്കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിക്കുക. ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അടുത്തയാഴ്ച കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. തട്ടിക്കൊണ്ടുപോകലിന് 2 മാസം തികയുന്ന ജനുവരി 27-ന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ക്രൈംബ്രാഞ്ച് DYSP MM ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്നത്. ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, മകൾ അനുപമ എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രതികളെ 7 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. പുളിയറയിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആൾ, കുളമടയിൽ ചായക്കടയിൽ പ്രതികളെത്തിയ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ, ചായക്കടയുടമയായ സ്ത്രീ, ഫാം ഹൗസ് ജീവനക്കാരി തുടങ്ങിയ സാക്ഷികളിൽ നിന്നുള്ള മൊഴികളും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയുടെ ഭാഗമായിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടാനും വയോധികരിൽ നിന്ന് ആഭരണം തട്ടാനും അടക്കം തയ്യാറാക്കിയ പദ്ധതികൾ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നതാണ് കേസിലെ നിർണായകമായ തെളിവ്. ഇവയെല്ലാം വിശദമായി പരിശോധിച്ചാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. കേസിൽ ശേഖരിച്ച തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും കുറ്റപത്രത്തിന്റെ ഭാഗമാകും. ഓയൂരിൽ നിന്ന് കുട്ടിയുമായി സഞ്ചരിച്ച വഴികൾ, വ്യാജ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കിയ സ്ഥലം, ഫാം ഹൗസ്, കുട്ടിയുടെ പെൻസിൽ ബോക്സ് വലിച്ചെറിഞ്ഞ ഇടം, തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ച ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നത്തെ വീട്, തെങ്ങുവിളയിലെ ഫാം ഹൗസ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നിർണായക വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ബാലികയെ തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടവിൽ പാർപ്പിക്കൽ, മുറിവേൽപ്പിക്കൽ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 361, 363, 370, 4, 323, 34, 201 വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകുന്നതോടെ വിചാരണ കഴിയുന്നതുവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികൾ ജയിലിൽ കഴിയേണ്ടി വരും. കേരളത്തെ നടുക്കിയ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ
പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ഹൈറിച്ച് തട്ടിപ്പിൽ ഉടമകളുടെ സ്വത്ത് കണ്ടുകെട്ടി, ഇ ഡി സ്വത്ത് കണ്ടുകെട്ടിയെന്ന് അങ്ങനെ ഒരുപാടൊന്നുമില്ല. 212 കോടിയുടെ സ്വത്ത്, 212 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടിയെന്ന് കമ്പനി ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവരെ കേസിൽ പ്രതി ചേർത്തു. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ മഞ്ഞുമലയുടെ അറ്റം ഒക്കെ വ്യക്തമായി മഞ്ഞുമല മൊത്തം പുറത്തു വരട്ടെ. കൊച്ചിയിൽ വീണ്ടും ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് പച്ചക്കൊടി ഉയരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് അത്താണിയിലാണ് നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിന് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി എന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ തരിശ് ഭൂമിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി ഒരുങ്ങുന്നത്. ഇടക്കൊച്ചിയിലെ നിയമക്കുരുക്കിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തുള്ള അത്താണിയിൽ 40 ഏക്കർ വരുന്ന ഈ സ്ഥലം KCA കണ്ടെത്തിയിട്ടുള്ളത്. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ തട്ടിയാണ് ഇടക്കൊച്ചിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന നീക്കം പാളിയത്. ഇത്തവണ ആ പ്രശ്നമില്ല. അത്താണി ചെങ്ങമനാട് 40 ഏക്കർ സ്ഥലം സ്പോർട്സ് സിറ്റിക്ക് അനുയോജ്യം. 7 സ്വകാര്യ വ്യക്തികളുടെയും 3 കമ്പനികളുടെയും ഉടമസ്ഥതയിലുള്ളതാണ് സ്റ്റേഡിയത്തിനായി കണ്ടെത്തിയ ഭൂമി. ഭൂവുടമകളുമായി ചർച്ച ചെയ്ത് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതി ഉടൻ തയ്യാറാക്കും. സ്പോർട്സ് സിറ്റിയോട് പൊതുവെ അനുകൂല നിലപാടാണ് പ്രദേശവാസികൾക്കും. ഈ പ്രപ്പോസൽ വെച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ അതിനെ സ്വാഗതം ചെയ്യുന്നു, ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും സ്റ്റേഡിയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് ഒത്തിരി ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ സ്റ്റേഡിയം തന്നെ അവർ പ്രപ്പോസ് ചെയ്യാൻ കാരണം ഇന്റർനാഷണൽ സ്റ്റേഡിയം, നാഷണൽ ഹൈവേ ഒക്കെ വന്നതുകൊണ്ടാണ് BCCI KCA ഇവിടെ ഈ സ്റ്റേഡിയം പ്രപ്പോസ് ചെയ്യാനുള്ള കാര്യം തന്നെ. 750 കോടിയാണ് പദ്ധതിക്ക് ചെലവാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തുക. അടുത്ത വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് KCAയുടെ ആലോചന. സ്റ്റേഡിയത്തിന് BCCIയുടെയും അംഗീകാരം ലഭിച്ചതായി KCA പ്രസിഡന്റ് അറിയിച്ചു. നിലവിൽ സ്പോർട്സ് സിറ്റിക്കായുള്ള പദ്ധതി രേഖ മാത്രമാണ് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. ഇനി പരിസ്ഥിതിക്ക് അനുയോജ്യമാണോ എന്ന് പഠനം നടത്തണം, സ്ഥലം ഏറ്റെടുക്കണം. അങ്ങനെ കടമ്പകൾ ഏറെയാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ കൊച്ചിക്കുള്ള സ്ഥാനം ഇരട്ടിയാകും. കൊച്ചിയിൽ നിന്നും അഭിത്തിനൊപ്പം അജീഷ് ജയകുമാർ, 24. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടി എന്ന വാർത്ത നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. 212 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത്. കമ്പനി ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീനി എന്നിവരെ പ്രതി ചേർത്തു. വിവരങ്ങളുമായി ശ്രീകാന്ത് അല്പസമയത്തിനകം ചേരുമെന്ന് പറഞ്ഞാൽ നേരത്തെ പോലീസൊക്കെ പറയുന്നത് കേരളത്തിൽ ഇതുവരെ കണ്ട തട്ടിപ്പുകളിൽ ഏറ്റവും വലിയ ഭീമാകാരമായ തട്ടിപ്പ് എന്നൊക്കെ പോലീസ് വിലയിരുത്തിയ ഒരു കേസാണ്. ഒരുപാട് പേർ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടിയെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 212 കോടി രൂപയുടെ സ്വത്താണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. കേരളം ഇതുവരെ കണ്ട വലിയ തട്ടിപ്പ് എന്ന് പോലീസ് അടക്കം വിലയിരുത്തിയ ഒരു കേസാണ്. 1000 കോടിക്കധികം മുകളിലുള്ള തട്ടിപ്പ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ അനിലക്കര അടക്കമുള്ളവർ ഈ കേസിന് പിന്നാലെയുണ്ട്. ഇ ഡിയിലേക്കും പോലീസിലേക്കും ഒക്കെ കേസുമായും കൂട്ടമായും ഒക്കെ ഉണ്ട്. ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. ശ്യാം, 212 കോടിയുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ അളവല്ല. ശ്യാം, കേൾക്കാമോ? ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിലാണ് വലിയ നടപടിയിലേക്ക്, ഒരു ബിഗ് നടപടിയിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നത്. 212 കോടിയുടെ ഉടമകളുടെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു ഇ ഡി. 2 പേരെയാണ് ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീനി, കമ്പനി ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീനി എന്നിവരാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. സജീഷ് ചോദിക്കുന്നു, സാർ ഞാനും ഹൈറിച്ചിൽ അംഗമാണ്, എന്താ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർ നേരത്തെയും അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ ഹൈറിച്ചിൻ്റെ വാർത്ത വരുമ്പോഴൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരുപാട് പേർ അതിൽ അംഗങ്ങളാണ്. ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, 212 കോടി എന്ന് പറയുമ്പോൾ ആ കേസ് കുറച്ച് സീരിയസ് ആവുന്നു എന്നർത്ഥം കൂടിയുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അന്ന് GST പറഞ്ഞത് 1636 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ഹൈറിച്ച് ഉടമകൾ എന്നുള്ളതായിരുന്നു. പിന്നീട് അതിന് ന്യായീകരണമായി വന്നെങ്കിലും ഇ ഡിയുടെ അന്വേഷണത്തിലും ഇവർ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തി. അതിലാണ് 212 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ ഇപ്പോൾ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 2 പേരെയും, കമ്പനി ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവരെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നു ഇ ഡി എന്നുള്ളതാണ്. 126 കോടി രൂപയുടെ മറ്റൊരു നികുതി വെട്ടിപ്പും ഇവരുടെ കണ്ടെത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസികൾ വഴി പ്രതികൾ 482 കോടി രൂപ സമാഹരിച്ചുവെന്നും അത് വിദേശത്തേക്ക് കടത്തിയെന്നും ഇ
ഡി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഇരുവർക്കുമേലും ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സ്വത്തുക്കൾ മരവിപ്പിച്ചുകൊണ്ട് ED നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഒളിവിൽ പോയതിനു പിന്നാലെ ഇന്നലെ ഇവരുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പരിശോധന ED ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. അതും സായുധ സേനയുടെ സഹായത്തോടെയായിരുന്നു ഈ പരിശോധനകളൊക്കെ നടത്തിയിരുന്നത്. അതിന് പിന്നാലെ വലിയ നടപടി ഉണ്ടാകുന്നു. 212 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു. രണ്ടുപേരെയും ഹൈറിച്ചിന്റെ ഉടമകളായ രണ്ടുപേരെയും പ്രതികളാക്കിക്കൊണ്ട് ED അടുത്ത നടപടികളിലേക്ക് പോയിരിക്കുന്നു. ഏതായാലും വലിയ കേരളം കണ്ട ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നിലാണ് സ്വത്ത് മരവിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ അന്വേഷണം മുന്നോട്ടൊക്കെ നീങ്ങുകയാണ്. പണം നഷ്ടപ്പെട്ടവർക്ക് പണം പെട്ടെന്ന് തിരികെ കിട്ടട്ടെ, കുറ്റക്കാരങ്ങൾ ശിക്ഷിക്കപ്പെടട്ടെ. ചാൻസലറുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ വൈസ് ചാൻസലർക്ക് ഹൈക്കോടതി സാവകാശം നൽകി. 9 VC-മാർക്കാണ് സാവകാശം നൽകിയത്. ഹർജിക്കാർ ഉന്നയിച്ച കാര്യങ്ങൾ ചാൻസലർ പരിഗണിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പിരിച്ചുവിടാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണമെന്ന് ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു. ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, അതും പ്രധാനപ്പെട്ട വാർത്തയാണ്. കോടതിയിൽ ഉണ്ടായത് എന്താണ്? കുറച്ച് നാളുകളായി ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിലാണ് നിലവിലിപ്പോൾ VC-മാർക്ക് സാവകാശം നൽകിയിരിക്കുന്നത്. സാവകാശം നൽകുക മാത്രമല്ല, ചില നിർദ്ദേശങ്ങൾ കൂടി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. ചാൻസലറുടെ കാരണം കാണിക്കൽ നോട്ടീസിന് 9 VC-മാർക്കാണ് ഇപ്പോൾ സാവകാശം നൽകിയിട്ടുള്ളത്. മറുപടി നൽകുന്നതിന് സാവകാശം കിട്ടിയ ഒരു ആശ്വാസം നിലവിലിപ്പോൾ ഈ 9 VC-മാർക്കും ഉണ്ടാകും. ഹർജിക്കാർ ഉന്നയിച്ച കാര്യങ്ങൾ ചാൻസലർ പരിഗണിക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പിരിച്ചുവിടാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണം എന്നായിരുന്നു ഗവർണർ നേരത്തെ ഇവർക്ക് നൽകിയ നിർദ്ദേശം. അതിനി ഒരല്പം സാവകാശം കിട്ടും. 6 ആഴ്ചയ്ക്കകം ഈ വിഷയത്തിൽ ഗവർണർ തീരുമാനമെടുക്കണം. ഇതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ച മറ്റൊരു കാര്യം. UGC ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഗവർണർ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടി വരും. ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മുടെ വാർത്തയാത്ര തൽക്കാലം പൂർവ്വം